ഇനിയാണെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും എല്ലാ ടീച്ചേഴ്സും ഒന്ന് എന്താ പറയുക ഇനീഷ്യേറ്റീവ് എടുക്കണം. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ദ റിസോഴ്സ് മൊബിലൈസേഷൻ ഫോർ റിസർച്ച് എന്ന് പറയുന്ന കീ ഇൻഡിക്കേറ്റർ. ഇഫ് യു ആർ ഹാവിംഗ് എനി ക്വസ്റ്റ്യൻസ് യു ക്യാൻ ആസ്ക്, യു ക്യാൻ ഡിസ്കസ്. സാർ, ഇതിലൊരു സംശയം, ഈ നോൺ ഗവൺമെന്റ് ഏജൻസീസിൽ റിസർച്ച് മാനേജ്മെന്റ് ഫണ്ട് ചെയ്യുന്ന എന്തെങ്കിലും റിസർച്ചുകൾ നടത്തുന്നത് നമുക്ക് ഇതിൻ്റെ അത് കാണിക്കാൻ പറ്റും? പറ്റും സാറേ. നോൺ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഏതെങ്കിലും NGO നമുക്ക് ഒരു പ്രോജക്റ്റ്, ഒരു പൈലറ്റ് സ്റ്റഡി നമ്മളെ ഏൽപ്പിക്കുകയാണെങ്കിൽ ആൻഡ് ദേ ഫണ്ടഡ് ഫോർ ദാറ്റ്, നമ്മൾ അങ്ങനെ സർവേ നടത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ചില ഇതിന് പാർലമെന്ററി അഫയേഴ്സിന്റെ സർവേയും അങ്ങനത്തെ ചില സർവേസ് വരുന്നത് നമ്മൾ നടത്തി കൊടുക്കുന്നത്, നമ്മുടെ സ്റ്റുഡന്റ് സർവേ ആയിട്ട് അത് നടത്തി കൊടുക്കുന്നത് ഈ ഒരു ഹെഡില് അവരതിനെ ഫണ്ട് ചെയ്യുന്നുണ്ടോ? നമുക്ക് ഫണ്ട് ചെയ്യുന്നുണ്ട് സാറേ. 10,000 ഫണ്ടിങ് ഉണ്ട്. നമുക്ക് ഉപയോഗിക്കാം സാറേ, നമുക്ക് ഉപയോഗിക്കാം. ദാറ്റ്സ് ഗുഡ്. അത് നോൺ ഗവൺമെന്റിലാ. ഇപ്പൊ ഈവൻ ചില അത് ഗവൺമെന്റിലുണ്ട് സാറേ. മിനിസ്ട്രി ഓഫ് പാർലമെന്ററി അഫയേഴ്സ് ആണ് ആ ഒരു ഫണ്ടിങ്. ശരി ശരി ശരി. അത് നമുക്ക് അത് ഇവിടെ ഉപയോഗിക്കാം സാറേ. അത് കൂടാതെ ഇപ്പൊ ചില കോളേജസിലൊക്കെ ഈ റിസർച്ച് ഫെലോഷിപ്സ് കൊടുക്കുന്നുണ്ട് ചില പ്രോജക്ട്സിന്. ഇപ്പോ നമ്മുടെ ഭാരത് മാതാ കോളേജ് റീസെന്റ് ഒരു വർഷം മുന്നേ അവരൊരു കർദിനാൾ പടിയറ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു റിസർച്ച് ഗ്രാന്റ് നമ്മുടെ കോളേജ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് അവർ ഒരു പ്രപ്പോസൽ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കോളേജിൽ ഒരു ടീച്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നു, കിട്ടിയിരുന്നു. അത് നമുക്ക് നോൺ ഗവൺമെന്റിലാണ്, നമുക്ക് ക്ലെയിം ചെയ്യാം. പിന്നെ അതുപോലെ നമ്മുടെ ഏതെങ്കിലും ലോക്കൽ NGOs, ഇപ്പോൾ മൈഗ്രന്റ് ലിറ്ററസി, അതേപോലെ മൈഗ്രന്റ് എംപവർമെന്റ് ഒക്കെ ആയിട്ട് കുറെ NGOs ഇപ്പോൾ പെരുമ്പാവൂർ വർക്ക് ചെയ്യുന്നുണ്ട്. അവരെന്തെങ്കിലും ഒരു പ്രോജക്റ്റ് നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ ഇൻക്ലൂഡ് ആസ് നോൺ ഗവൺമെന്റൽ. Any other questions to discuss? The second one is it's a newly introduced metric, innovation ecosystem, because the thrust of education has moved from research and innovation is, mutually beneficial ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് ടെർമിനോളജിയാണ് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. ഇന്നോവേഷൻ എന്ന് പറയുന്നത് വി ആർ ഹാവിങ് IIC, IEDC ഒക്കെ നമ്മുടെ കോളേജിലുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നോവേഷൻ കൗൺസിൽ 3 സ്റ്റാർ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ അഡ്വാൻറ്റേജ് ആയിട്ട് വരും. പിന്നെ അതിൽ പ്രധാനമായിട്ടും അപ്പൊ അത് നമ്മളൊരു എക്കോസിസ്റ്റം ഫോർ ഇന്നോവേഷൻ, നമ്മൾ എന്തൊക്കെ പ്രോഡക്റ്റ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഓർ പോളിസീസ് നമ്മൾ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ പറയാം. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അതിൽ ഷോ ചെയ്യും. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. വി ആർ ഹാവിങ് IEDC നമുക്ക് പറയാം. MHRDയുടെ ഇപ്പൊ MHRD റീനെയിംഡ് ആസ് MOE, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. IIC നമുക്ക് പറയാം. പിന്നെ ED ക്ലബ്ബ്, IPR സെല്ല് നമുക്കുണ്ടല്ലോ അല്ലെ സാർ? അത് IPR സെല്ലിന്റെ കീഴിൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അത് പൂർണ്ണ ഇതിലല്ല. IPR ഇപ്പൊ ഒരു 4 വെബിനാറുകൾ നടന്നു. IPR ഒരു സെല്ല് ഉണ്ടാക്കാം സാറേ നമുക്ക്. IIC ആയിട്ട് ചേർന്നിട്ടാണ് സാറേ നടത്തിക്കൊണ്ടിരുന്നത്. IIC കൃത്യമായിട്ട് അവരുടെ ടൈം ലൈനിൽ ഇത്ര IPR വേണം എന്ന് പറഞ്ഞുകൊണ്ടും IPC വേണ്ടിയിട്ടുമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ശരി ശരി, ഒരു സെല്ലാക്കാം സാറേ. പിന്നെ അത് കൂടാതെ ഈ സെല്ലിന്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ KCSTയുടെ ഒരു പേറ്റന്റ് ഇൻഫർമേഷൻ സെന്റർ ഉണ്ടല്ലോ, PIC. ഞങ്ങൾ അപ്ലൈ ചെയ്തിരുന്നു സാറേ IPR വർക്ക്ഷോപ്പിന് വേണ്ടിയിട്ട്. ഇപ്പൊ പക്ഷെ അവര് തന്നെ എല്ലാ വീക്കിലും ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്, വെബിനാർ നടത്തുന്നുണ്ട് അവര് തന്നെ. നേരത്തെ അവർ ഫണ്ട് ചെയ്യായിരുന്നു. നമുക്ക് വേറെ ഹെഡേക്സ് ഒന്നുമില്ല. നമ്മൾ ഒരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്ത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ദേ വിൽ ഫണ്ട് ഫോർ ദ പ്രോഗ്രാം. റിസോഴ്സ് പേഴ്സൺ ഒക്കെ അവർ അറേഞ്ച് ചെയ്യും. അപ്പൊ അത് ഇനി നമുക്ക് ഈ ഒരു പാൻഡമിക് കഴിഞ്ഞിട്ട് വി ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ്. ഓക്കെ. പിന്നെ ഫ്ലയറിൽ പോയവരുണ്ടാവുമല്ലോ അല്ലെ നമ്മുടെ കോളേജില് അല്ലെ? ഒരു ടീച്ചർ ഉണ്ട് സാറേ. ഓക്കെ. അപ്പൊ അവരെന്തെങ്കിലും ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യം, മെത്തഡോളജിയും ഒക്കെ അവർ ഫണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് അടുത്ത ലെവൽ ഫണ്ടിങ് നടന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല സാറേ. ഓക്കെ. എനിവേ ടീച്ചർ അതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറയാമോ? നമ്മള് ഈ ഫ്ലഡ് വരുന്നതിന് മുന്നത്തെ വർഷമായിരുന്നു പോയിരുന്നത്.
അപ്പോ നമുക്ക് സെക്കൻഡ് സ്റ്റേജ് വരെ, അതായത് ആഫ്റ്റർ സ്ക്രീനിങ് നമുക്കൊരു ഓറിയന്റേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു 14 days നമുക്ക് ഇഫ്ലൂല് ഇൻഡക്ഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഹൈദരാബാദ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി. അപ്പോ അതിനുശേഷം നമുക്ക് പ്രോജക്ട് വയ്ക്കാൻ പറഞ്ഞപ്പോഴേക്കും കോവിഡ് ഔട്ട് ബ്രേക്ക് ആയി. സോ പ്രപ്പോസൽ അതിനുശേഷം ഒന്നും ഫോളോ അപ്പ് ഉണ്ടായിട്ടില്ല. ഓക്കെ, എനിവേ നമുക്ക് അതുവരെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. അതെ അതെ അതെ, അപ്പൊ അതുവരെയുള്ള കാര്യങ്ങൾ നമുക്ക് കേട്ടോ. ഓക്കെ, താങ്ക് യു മിസ്. പിന്നെ ഓക്കെ, നമുക്ക് ബിവോക്ക് ഉണ്ടല്ലോ സാറേ അല്ലേ, ബിവോക്ക് പ്രോഗ്രാം. സർ, ബിവോക്ക് സാങ്ഷൻ ചെയ്തു. കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ ബുദ്ധിമുട്ടുകൾ കാരണം തുടങ്ങാൻ പറ്റിയിട്ടില്ല. ഈ അക്കാഡമിക് ഇയറിൽ സ്റ്റാർട്ട് ചെയ്യും സാറേ. യെസ്. അപ്പൊ നമുക്ക് അത് സെക്ടർ സ്കിൽ കൗൺസിലുമായിട്ട് നമുക്ക് എന്തായാലും MOU ഉണ്ടാവും. അത് നമുക്ക് പറയാം. പിന്നെ അതൊരു പുതിയ സാധനമാണല്ലോ, ഇന്നോവേഷൻ എക്കോസിസ്റ്റം സ്കിൽ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ബിവോക്ക് പ്രോഗ്രാംസ്. അപ്പൊ അത് നമുക്ക് പറയാം. പിന്നെ ഇൻഡസ്ട്രി അക്കാഡമിയ എന്തെങ്കിലും പ്രാക്ടീസസ് നമുക്കുണ്ടെങ്കിൽ അത് നമുക്ക് പറയാം. പ്രത്യേകിച്ച് മേജർ ഇൻഡസ്ട്രിയുടെ CEO ഒക്കെ വന്ന് നമുക്ക് കുട്ടികളുമായിട്ട് ഒരു ഇന്ററാക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് പറയാം. പിന്നെ എനർജി ആൻഡ് എൻവയറമെന്റൽ കൺസർവേഷൻ ക്ലബ്ബുമായിട്ട് വല്ല ഇന്നോവേഷൻ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ കൊണ്ടുവരാം. പിന്നെ വർക്ക്ഷോപ്സ് ഓൺ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് സെമിനാർ അവയർനെസ് പ്രോഗ്രാം, പിന്നെ കൊളാബറേഷൻ വിത്ത് DST, NIMAT, പിന്നെ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ സെന്റർ, അതൊക്കെ നമ്മൾ നടന്നിട്ടുണ്ടാവുമല്ലോ അല്ലെ. കൊമേഴ്സിലല്ലേ, എന്തായാലും കൊമേഴ്സ് ഈ ഇത്തരം കാര്യങ്ങളൊക്കെ അസോസിയേറ്റഡ് ആയിരിക്കും അല്ലെ. ഉണ്ട് സാറേ, കൊമേഴ്സിൽ അത് എല്ലാം ആയിട്ടില്ല. അതിന്റെ അത് ചില ഇത് കൊമേഴ്സിൽ DST വന്നിട്ടില്ല. ഓക്കെ. അപ്പൊ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട വാട്ട് എവർ ആക്ടിവിറ്റീസ് ദാറ്റ് ഹാസ് ബീൻ ഓർഗനൈസ്ഡ് ഇൻ യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ can be brought up here. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കുട്ടികളുടെ YIP എൻറോൾമെന്റ് ഉണ്ടാവുമല്ലോ ഇല്ലേ, കേരള ഗവൺമെന്റ് YIP, അത് നമുക്ക് ഇവിടെ കൊണ്ടുവരാം. YIP ഇവിടെ കൊണ്ടുവരാം. പിന്നെ എല്ലാ വർഷവും നമുക്കൊരു YIPക്ക് ഒരു ടീച്ചേഴ്സിന്റെ കോർഡിനേറ്റേഴ്സും ഒരു 2-3 കോർഡിനേറ്റേഴ്സും പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റും സ്റ്റുഡൻസിന്റെ ഒരു ഇത് നമ്മൾ കൊടുക്കണ്ടേ? കൊടുക്കുന്നുണ്ട് സാറേ. ഓക്കെ, ഈ YIP ഫണ്ടിങ്ങിൽ വല്ലവരും എത്തിയോ സാറേ കുട്ടികളെ? സാറേ ഇതുവരെ എത്തിയിട്ടില്ല. ഓക്കെ, പിന്നെ ഈ ഹാക്കത്തോണിലൊക്കെ കുട്ടികൾ പങ്കെടുക്കാറില്ലേ? ഹാക്കത്തോണില് സാറേ ഫസ്റ്റ് ഇതിന്റെ അകത്ത് IIC വന്ന സമയത്ത് അവര് നടത്തിയിരുന്ന ഹാക്കത്തോണില് 5 ടീം ഉണ്ടായിരുന്നു. ഓക്കെ, അത് അവർ അടുത്ത സ്റ്റേജിൽ പോയോ? ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. അത് കഴിഞ്ഞിപ്പോ കേരള പോലീസ് ഹാക്കത്തോണിൽ ഒരു ടീം ഉണ്ട് സാറേ. ഓക്കെ, അപ്പൊ അത് തൽക്കാലം നമ്മൾ വി ആർ ഹാവിങ് എൻ എക്കോസിസ്റ്റം, അത് നമുക്ക് പറയാം. പിന്നെ ടോയ്ക്കത്തോൺ എന്നും പറഞ്ഞിട്ട് MOEയുടെ ഇപ്പൊ പുതിയൊരു പ്രോഗ്രാം ഉണ്ട്, അതിൽ കുട്ടികൾ പോയിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഇത്തവണ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു, കുട്ടികളുടെ രജിസ്ട്രേഷൻ മോശമായിരുന്നു. ശരി. അപ്പൊ അതൊക്കെ നമുക്ക് കൊണ്ടുവരാം. ആൻഡ് നമുക്ക് ഇറ്റ്സ് എ ക്വാളിറ്റേറ്റീവ് മെട്രിക് ആൻഡ് വി ക്യാൻ റൈറ്റ് about our activities and we are promoting using these channels the innovation ecosystem in our institution. നമുക്ക് പറയാം, no issues. So that's what innovation ecosystem. പിന്നെ കുറച്ച് എന്താ പറയാ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ വെറുതെ പറയുന്നതിന് ഔട്ട്കം ഉണ്ടെങ്കിൽ ദാറ്റ് വുഡ് ബി ഗുഡ്. സാർ ഇതിന്റെ അകത്ത് ഒരു ഇന്നോവേറ്റീവ് ഇതുപോലെ നമുക്ക് ഡിപ്പാർട്ട്മെന്റിലെ പ്രൊജക്ടുകൾ കുട്ടികൾ ചെയ്യുന്നത് ഒരു ഹാക്കത്തോൺ പോലെ നടത്തിയിട്ട് അവരുടെ പ്രൊജക്ട് അതിൽ നിന്ന് എടുക്കുന്ന ഒരു കൺസെപ്റ്റ്. അപ്പോൾ അടുത്തുള്ള ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണ്ട ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇപ്പൊ നമ്മുടെ മിനിസ്ട്രീസ് എല്ലാം അവരുടെ റിക്വയർമെന്റ് ഇട്ടിട്ടായിരുന്നു ആദ്യത്തെ ഹാക്കത്തോൺ നടത്തിയത്. മിനിസ്ട്രി റിക്വയർമെന്റ് അനുസരിച്ച് കുട്ടികള് പ്രൊജക്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഇത്. അപ്പൊ അങ്ങനെ ഒരെണ്ണം നമുക്ക് ചെയ്യുന്നതും ഇതിന്റെ അകത്ത് തന്നെയല്ലേ സാർ ഇത്? പിന്നെ തീർച്ചയായും അത് അവർ വരുമ്പോ ഒരു 1-2 ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറച്ച് എക്യുപ്മെന്റ്സോ ഒക്കെ നമുക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ അത് അവരെ വിസിറ്റിന് വരുമ്പോഴേ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റും ഒരു ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ ഇറ്റ് വുഡ് ബി ഗുഡ്. ഇത് നമ്മൾ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ആ പ്രളയ സമയത്ത് നമ്മുടെ കുട്ടികൾ ED ക്ലബിന്റെ കുട്ടികൾ ഒരു മൊബൈൽ ബാറ്ററി ചാർജിങ് ഉണ്ടായിരുന്നു, പവർ ബാങ്ക് ഉണ്ടാക്കിയതാണ് ആ സമയത്ത്. പിന്നെ ഇത് എനർജി കൺസർവേഷൻ ക്ലബ് ഉണ്ടാക്കിയ ക്രിസ്മസ് സ്റ്റാൾസ് ആണ് ഇത്. പിന്നെ ഇത് കൈരളി TMT സ്റ്റീൽ ബാൾസ് ഉണ്ടല്ലോ, അതിന്റെ കക്ഷിയാണ് ഇത്. ഒരു യങ് ഓണ്ടർപ്രണർ ആണ്, പുള്ളി കോളേജിൽ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ളതാണ്. പിന്നെ കുട്ടികൾ തന്നെ നടത്തിയ കുറച്ച് ആക്ടിവിറ്റീസ് ആണ് ഇത്, ഐഡിയ പിച്ചിങ് കോൺടെസ്റ്റ്. പിന്നെ
ഈ സ്റ്റുഡൻറ് പ്രോജക്ട്സ് എല്ലാ വർഷവും നമ്മുടെ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റ് അതേപോലെ ബയോസയൻസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എല്ലാ വർഷവും ഒരു എക്സിബിഷൻ പോലെ നടത്താറുണ്ട്. അപ്പൊ അതിലൊരു കുട്ടി ഇപ്പോ ഇത്തവണ YIP-യിൽ അവര് ഫണ്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോ മൾട്ടി സ്റ്റേജ് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു 30,000 ഇനിഷ്യൽ ഫണ്ട് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുട്ടികൾക്ക് നമ്മളെക്കാളും മിടുക്കരാ ശരിക്കും പറഞ്ഞ കുട്ടികള്. അപ്പൊ ഈ കുട്ടികൾക്ക് പല പല ഭയങ്കര എന്താ പറയാ എക്സെൻട്രിക് ആയിട്ടുള്ള ഐഡിയ ആണ്. അപ്പൊ ആ കുട്ടികളെ നമ്മളൊന്നൊന്ന് പുഷ് ചെയ്യേണ്ട കാര്യമുള്ളൂ, പിന്നെ അവരവരാ വഴിക്ക് പോയിക്കോളും. അപ്പൊ ഇത്തവണ തന്നെ നമ്മുടെ ഇലക്ട്രോണിക്സിന്റെ ഒരു മിനി എക്സിബിഷൻ എന്നും പറഞ്ഞിട്ട് ഈ വർഷം നമ്മൾ നടത്തിയത്. എന്തായാലും പാൻഡമിക് ആണ്, ഒരു കുറച്ച് ദിവസമേ കുട്ടികളുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ ആ സമയത്ത് കുട്ടികളൊക്കെ കൊടുക്കുന്ന ഭയങ്കര രസകരമായ കാര്യങ്ങളാണ് കുട്ടികൾ കൊണ്ടുവരുന്നത്. പിന്നെ അവരിപ്പോ കുറെ യൂസ്ഡ് ആണ്, കുറെ എക്സ്പോഷറിന്റെ സാധ്യതകൾ ഇപ്പൊ കൂടുതലാണല്ലോ. ഇപ്പൊ യൂട്യൂബ് പോലുള്ള പല സംവിധാനങ്ങളും ഉള്ളതുകൊണ്ട് അവർക്ക് ഇതൊക്കെ ഒന്നും കൂടി ഈസിയാണ്. അപ്പൊ അത് നമ്മളൊന്ന് ആ സമയമാകുമ്പോൾ മതി, ഈ വിസിറ്റ് സമയമാകുമ്പോൾ മതി. അപ്പൊ ആ വിസിറ്റ് സമയമാകുമ്പോൾ കുറച്ച് നമുക്ക് ഈ തിയറി മെമ്പേഴ്സിനെ കാണിക്കാൻ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും. ഇപ്പൊ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഞാനൊരു കോളേജിൽ പോയപ്പോൾ അവർ ചെയ്തു വെച്ചിരുന്നത് ഈ ഗ്ലൗസ്, അതായത് വേസ്റ്റിൽ നിന്ന് ഗ്ലൗസ് ഉണ്ടാക്കുന്ന ഒരു സാധനം. വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം ഉപയോഗിച്ചിട്ട് റീസൈക്കിൾ ചെയ്തിട്ട് ഗ്ലൗസ്, അങ്ങനെ പല ഇന്നോവേറ്റീവ് സാധനങ്ങളും നമുക്ക് ആലോചിക്കാവുന്നതാണ്. പിന്നെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഇന്നോവേഷൻ കണ്ടത്, ഇവര് തന്നെ എല്ലാ വർഷവും നമ്മുടെ തൊട്ടടുത്തുള്ള സൊസൈറ്റിയിൽ അവര് കുട്ടികൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് അവർക്ക് വേണ്ട എല്ലാ സ്റ്റേഷനറി ഐറ്റംസും റിഡ്യൂസ്ഡ് റേറ്റോട് കൂടി അവര് കുട്ടികൾക്ക് കൊടുക്കും. പിന്നെ അതിൽ തന്നെ അവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്സിന്റെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും അവർ തന്നെ. ഇത് വെച്ചിട്ട് സ്റ്റോക്കും പിന്നെ ബാലൻസും അതിന്റെ ഇൻകം അതൊക്കെ വെച്ചിട്ട് അവർ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കും. പിന്നെ അതിൽ തന്നെ ഉണ്ടാക്കിയ ഇൻകം വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ നമ്മുടെ എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ് ഉപയോഗിക്കുന്നത്. അങ്ങനെ പല രീതിയിൽ ഇന്നോവേഷൻ നമുക്ക് ആലോചിക്കാവുന്നതാണ്. അത് നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റും ആലോചിച്ച് ആ സമയത്ത് ഒന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി ഗുഡ്. അത് ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് പ്രസന്റേഷൻ നടത്തിയാൽ ചിലപ്പോൾ ഓൾറെഡി ഡിപ്പാർട്ട്മെന്റുകൾ അത് ചെയ്യുന്നുണ്ടാവും. ആ രീതിയിൽ വല്ലതൊക്കെ ചെയ്യുന്നുണ്ടോ ഡിപ്പാർട്ട്മെന്റ്സ്? ഹിസ്റ്ററിക്ക് ഒരു മ്യൂസിയം ഒക്കെ ഉണ്ടോ നമുക്കവിടെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ്? മ്യൂസിയം ഉണ്ട്. എന്താണ് മ്യൂസിയത്തിൽ നമുക്കുള്ളത്? മ്യൂസിയത്തിൽ ഞങ്ങൾക്ക് ഡിഫറെന്റ് ആർട്ടിക്കിൾസ് ഉണ്ട് സാർ. ഒന്ന് നമ്മൾ നേരത്തെ കളക്ട് ചെയ്ത പഴയ യൂട്ടൻസിൽസ് വെസൽസ് അങ്ങനെയുള്ളത്, നേരത്തെ നമ്മൾ ഏർലിയർ ഉണ്ടായിരുന്ന കുറെ സാധനങ്ങൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ തന്നെ എക്സ്കവേറ്റ് ചെയ്ത് എടുത്തൊരു നന്നങ്ങാടിയും അതിന്റെ കുറച്ച് അവശിഷ്ടം ഇതൊക്കെ ഉണ്ട്, അത് ഉണ്ട്. പിന്നെ കുറച്ച് കോയിൻസ്, അങ്ങനെ കുറച്ച് ആർട്ടിക്കിൾസ് നമ്മൾ കളക്ട് ചെയ്തത്. പിന്നെ കുറച്ച് സ്റ്റോൺസ്, അങ്ങനെ ഇതായിട്ടുള്ള സംഭവങ്ങൾ, ഏർലിയർ സ്റ്റോൺസ്. നേരത്തെ ഉണ്ടായിരുന്ന നമ്മൾ ഉപയോഗിച്ചിരുന്ന കുറെ ടൈപ്പ് റൈറ്റർ അങ്ങനത്തെ ഏർലി ആദ്യത്തെ ഓട് അങ്ങനത്തെ ടൈപ്പ് ഓഫ് മാനുസ്ക്രിപ്റ്റ്സ് ഒക്കെ ഉണ്ടോ നമുക്ക്? മാനുസ്ക്രിപ്റ്റ്സ് ഉണ്ട്. പിന്നെ ഓഡിയോ വല്ല കളക്ഷൻസും ഉണ്ടോ? നമ്മളെ പഴയ ആൾക്കാര് നമ്മളെ വളയഞ്ചിറങ്ങെ കുറിച്ചിട്ട് ചരിത്രം പറയുന്ന ഓഡിയോ ക്ലിപ്സോ അങ്ങനെ വല്ലതൊക്കെ? അങ്ങനെ ഇല്ല, പക്ഷെ ഞങ്ങളൊരു ലോക്കൽ ഹിസ്റ്ററി എന്നുള്ള ഒരു രീതിയിൽ കുട്ടികൾ ചെയ്ത പ്രൊജക്ട്സ് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ലോക്കൽ ഓഡിയോ വേണമെന്നില്ല, വി കാൻ തിങ്ക് ഓഫ് വീഡിയോ ഓൾസോ. വീഡിയോ ഓഡിയോസ് അല്ലേ സാർ, അവർ റിസർച്ച് പ്രൊജക്ട് ആയിട്ട് അവർ ഡിഗ്രി പ്രൊജക്ട് PG പ്രൊജക്ട് ഒക്കെ ആയിട്ട് ചെയ്തു വെച്ച കുറച്ച് സാധനങ്ങൾ ഞങ്ങളൊരു ലോക്കൽ നോളേജ് എന്നുള്ള ഒരു ടൈറ്റിൽ കൊടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കുറച്ച് പഴമക്കാരുടെയൊക്കെ വളഞ്ചിറങ്ങായിട്ട് അസോസിയേറ്റ് ചെയ്ത കുറച്ച് ചരിത്രമൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അവർ വരുമ്പോൾ നമുക്കത് കാണിച്ചു കൊടുക്കാം. കുറച്ച് സബ് ടൈറ്റിലൊക്കെ ഇട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാം, ഇംഗ്ലീഷ് സബ് ടൈറ്റിലിട്ട്. ഇതാണ് വളഞ്ചിറങ്ങ ചരിത്രം. മറ്റ് ചരിത്രങ്ങളൊക്കെ എല്ലാവർക്കും അറിയും, പക്ഷെ നമ്മുടെ ലോക്കൽ ചരിത്രം പലപ്പോഴും അറിയില്ല. അപ്പൊ അത് നമ്മളെ എൻകറേജ് ചെയ്യുന്നുള്ളത് നമ്മുടെ ഒരു ഇന്നോവേഷൻ ആയിട്ട് നമുക്ക് പറയാം. ഇതുപോലെ ഒരു ഫോക്ലോർ മ്യൂസിയവും പിന്നെ ഒരു കോളേജിന്റെ ഇത് ശ്രീശങ്കര സാംസ്കാരിക പഠന കേന്ദ്രം എന്ന് പറഞ്ഞ അതൊരു റിസർച്ച് ഓറിയന്റഡ് ആക്ടിവിറ്റി ഉള്ള ഒരു സെന്ററും കൂടെ കോളേജിൽ പ്രവർത്തിക്കുന്നുണ്ട് സാർ. അത് നല്ല സാർ. ഈ ഫോക്ലോർ എന്ന് പറയുന്നത് പൊതുവെ സൈഡ് ലൈൻ ചെയ്ത ആർട്ടിസ്റ്റുകളാണ് ഫോക്ലോർ ആർട്ടിസ്റ്റുകൾ. അത് നല്ലതായിരിക്കും. അത് വേണമെങ്കിൽ നമുക്ക് കഴിഞ്ഞ തവണത്തെ നാക്കിലും അത് ഒരു മെൻഷൻ ഉണ്ടായിരുന്നു സാറേ. അതെ അതെ.
അപ്പൊ നമുക്കൊരു സെക്യുലറിസ്റ്റിക് പെർസ്പെക്റ്റീവ് ഒക്കെ നമുക്ക് അതിൽ കൊണ്ടുവരാൻ പറ്റും ഈ ഫോക്ലോർ എന്ന് പറയുമ്പോഴേ. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫോക്ലോർ ക്ലബായിട്ട് തന്നെ നമുക്ക് അവിടെ ഉണ്ട്, ഫോക്ലോർ സൊസൈറ്റി ആയിട്ട് MOU ഉണ്ട് സാർ. ഓ ഗുഡ് ഗുഡ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അവർ വരുമ്പോ ഫസ്റ്റ് ഡേ ഉള്ള കൾച്ചറൽ പ്രോഗ്രാമിൽ ഒരു ചെറിയ സെഗ്മെന്റ് നമുക്ക് ഫോക്ലോറിനൊക്കെ കൊടുക്കാം. ഒരു 10 minutes ഒക്കെ. നല്ലതാ. ഗുഡ്. സാർ ഇതിന്റെ അകത്ത് തൊട്ട് മുമ്പ് പറഞ്ഞതിലും ഞാൻ അപ്പൊ പറയാൻ വിട്ടുപോയിരുന്നു. നമുക്ക് ഒരു ശ്രീശങ്കര സാംസ്കാരിക പഠന കേന്ദ്രം എന്നുള്ളത് ഒരു റിസർച്ച് ഓറിയന്റഡ് ആക്ടിവിറ്റീസും ഞങ്ങളുടെ 3 കോളേജുണ്ട് ട്രസ്റ്റിന് കീഴിൽ. അപ്പോ ഒരുമിച്ച് ചില റിസർച്ച് പ്രൊജക്ടുകൾ ജോയിന്റ് ആയിട്ടും ചെയ്യുന്ന ഒരു ഇതാണ്. അതും നമുക്ക് ഇതിന്റെ അകത്ത് തൊട്ട് മുമ്പില്. അപ്പൊ അതിന് ഫണ്ടിങ് ഉണ്ട് മാനേജ്മെന്റിൽ നിന്ന്. അത് നമ്മുടെ മാനേജ്മെന്റ് അണ്ണയാണോ ഫണ്ട് ചെയ്യുന്നത് സാറേ? അതാ സാറേ അത് SOP അത് അവര് അല്ലെങ്കിൽ പിന്നെ നമ്മളത് പറഞ്ഞ് സ്ഥാപിച്ചെടുക്കണം സാറേ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കൊടുക്കാം, എന്നിട്ട് പറയാം ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, വി ആർ ഹാവിംഗ് 3 institution അണ്ടർ ദ ഏജീസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ മാനേജ്മെന്റ്. അപ്പോൾ നമ്മളൊരു സ്ക്രീനിങ് പ്രോസസ് ഒക്കെ നടത്തിയിട്ട് അതിന്റെ നോവലിറ്റി ഒക്കെ കണ്ടതിന് ശേഷമാണ് മാനേജ്മെന്റ് ഫണ്ട് ചെയ്യുന്നത് വേണമെങ്കിൽ നമുക്ക് സ്ഥാപിച്ചെടുക്കാം. ഇത് ഇൻഡിവിജ്വൽ മാനേജ്മെന്റ് ആകുമ്പോൾ പിന്നെ അവർ തന്നെ അവരെ ഫാക്കൽറ്റി കൊടുക്കുന്നതാണല്ലോ. മറ്റേതൊരു കോർപ്പറേറ്റ് സിസ്റ്റം ആണുള്ളത്. നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് നമുക്ക് കൊടുത്തു നോക്കാം സാറേ. SOP ഒരു പറയുന്നുണ്ട് ഓൺ മാനേജ്മെന്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യില്ല, ബട്ട് വി ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ്. നമുക്ക് കൊടുത്തു നോക്കാം. ലെറ്റ് ദം ഡിസൈഡ്. കാരണം ഇത് നമ്മൾ 3 institution ഉണ്ടല്ലോ. Okay. Now the second metric is again quantitative metric. അപ്പോൾ നമ്മൾ കഴിഞ്ഞ അക്രഡിറ്റേഷൻ സൈക്കിൾ ഓഫ് അക്രഡിറ്റേഷൻ നമുക്കറിയാം. ട്രസ്റ്റ് ഓഫ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടക്ട് ചെയ്ത റിസർച്ച് ലെവൽ വർക്ക്ഷോപ്പ് സെമിനാർസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ അവർ വളരെ പ്രിസൈസ് ആയിട്ട് 3 കാര്യങ്ങൾ, ഓൺലി 3 ടൈറ്റിൽസിലാണ് സെമിനാർസ് മസ്റ്റ് ബി കണ്ടക്റ്റഡ്. ദ ഫസ്റ്റ് വൺ ഈസ് റിസർച്ച് മെത്തഡോളജി ആയിരിക്കണം, second one is intellectual property rights, and third one is entrepreneurship. ഈ 3 ടൈറ്റിലുള്ള സെമിനാറുകളോ വർക്ക്ഷോപ്പുകളോ കോൺഫറൻസുകളോ മാത്രമേ NAAC ഇപ്പോൾ നമ്മുടെ കോൺഫറൻസും സെമിനാറുമായിട്ട് നമ്മൾ എടുക്കുകയുള്ളൂ. അത് നമ്മളൊന്ന് ആലോചിക്കുക. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും നമുക്ക് സംശയം ഉണ്ടാവും അല്ലെ, ബിഗ് ഡാറ്റ എന്ന് പറയുന്ന ഒരു നാഷണൽ സെമിനാർ നടത്തി കഴിഞ്ഞാൽ നമുക്ക് റിസർച്ച് മെത്തഡോളജി ആയിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിസർച്ച് മെത്തഡോളജി ആയിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. കാരണം എമർജിങ് ഏരിയയിൽ നമ്മൾ നടന്നൊരു കോൺഫറൻസ് ആണ്, തീർച്ചയായിട്ടും നമുക്കത് കാണിക്കാൻ പറ്റും, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അതുകൊണ്ട് അത്തരം സാധനങ്ങൾ ഈ 3 എണ്ണത്തിലുള്ള അല്ലാത്ത സെമിനാർസുകൾ നമുക്ക് ഈ സമയത്ത് എടുക്കാൻ പറ്റില്ല. പക്ഷേ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട ട്രസ്റ്റ് ഏരിയസിൽ നടന്ന കോൺഫറൻസസ് വർക്ക്ഷോപ്സ് വി ക്യാൻ കൗണ്ട് ഹിയർ, നോ ഇഷ്യൂസ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ഡിസ്കഷൻ? സാറേ, കൊമേഴ്സിലെ ഒരു റിസർച്ച് മെത്തഡോളജിയുടെ വെബിനാർ ആയിട്ടാണ് നടത്തിയത് 2020. അത് മതിയല്ല, 4 ദിവസത്തെ പ്രോഗ്രാം ആയിട്ടാണ്. ഓ ഷുവർ സാർ, ഷുവർ സാർ, ദേ വിൽ കൗണ്ട് ഇറ്റ്. നമുക്ക് ഉപയോഗിക്കാം സാർ. ഓക്കെ സാർ. So that's about innovation ecosystem. Now we are moving to research publication and awards. Awards ഫസ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് മെട്രിക് എന്ന് പറയുന്നത് നമ്പർ ഓഫ് PhDs രജിസ്റ്റേർഡ് ആണ്. നമുക്ക് അപ്ലിക്കബിൾ അല്ല, കാരണം റിസർച്ച് സെന്റേഴ്സ് ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ കൊടുക്കാൻ നിർവാഹമില്ല. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെട്രിക് നമ്പർ ഓഫ് റിസർച്ച് പേപ്പേഴ്സ് പെർ ടീച്ചേഴ്സ് ഇൻ ജേണൽസ് നോട്ടിഫൈഡ് ഓൺ UGC വെബ്സൈറ്റ് ഡ്യൂറിങ് ലാസ്റ്റ് ഇയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് UGC കെയർ ലിസ്റ്റിലുള്ള പബ്ലിക്കേഷൻസ് മാത്രമേ അവർ കൗണ്ട് ചെയ്യുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നേരത്തെ പറഞ്ഞ പോലെ റിസർച്ച് PhD എല്ലാം ദ ബെഞ്ച് മാർക്ക് ഈസ് ക്വൈറ്റ് ഹൈ കമ്പയർ ടു അതർ മെട്രിക്. ഞങ്ങളുടെ we had 121 faculty members and we had only 44 research publication for the past 5 years, and the response was less than 1 and we got 0 marks for that, and we have no chance to opt out this particular metric also. ബാക്കി ചിലതൊക്കെ നമുക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റാത്തൊരു മെട്രിക് ആണ് ഇതിൽ റിസർച്ച് പേപ്പേഴ്സ്, ബുക്ക് ചാപ്റ്റേഴ്സ്. അപ്പോൾ ഇതിന്റെ ബെഞ്ച് മാർക്ക് ഈസ് ക്വൈറ്റ് ഹൈ. ഞങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് every year a teacher must publish a paper എന്നാണ് NAAC philosophy.
അപ്പോൾ മിനിമം 4 പേപ്പേഴ്സ് എങ്കിലും ഒരു ഫാക്കൽറ്റി മെമ്പറിനുണ്ടെങ്കിൽ നമുക്ക് ഈ 10 വെയിറ്റും നമുക്ക് കിട്ടുള്ളൂ. ദാറ്റ്സ് എ റിയാലിറ്റി. ആൻഡ് കേരളത്തിലെ മിക്ക കോളേജസും ഈവൻ റീസെന്റ് അക്രഡിറ്റ് ഹയസ്റ്റ് A++ കോളേജിനും യു വോണ്ട് സീ മച്ച് പബ്ലിക്കേഷൻ, മച്ച് റിസർച്ച് പബ്ലിക്കേഷൻസ്. അതില്ല എന്നുള്ളത് സ്റ്റിൽ ഇറ്റ്സ് എ റിയാലിറ്റി. വി മസ്റ്റ് വർക്ക് ഓൺ ഇറ്റ് എന്തായാലും. ആൻഡ് തേർഡ് വൺ ഈസ് നമ്പർ ഓഫ് ബുക്സ് ആൻഡ് ചാപ്റ്റേഴ്സ്. ബുക്ക് ചാപ്റ്റേഴ്സ് നമ്മുടെ പ്രൊസീഡിങ്സിന്റെ നമ്മുടെ കോൺഫറൻസ് പ്രൊസീഡിങ്സ് ബുക്ക് ചാപ്റ്റർ ആയിട്ട് നമുക്ക് കൂട്ടാം. നമ്മൾ ഇതിന്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് വെക്കേണ്ടത് പ്രീവിയസ് ക്വാണ്ടിറ്റേറ്റീവ് മെട്രിക്കിന്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് UGC കേരളിസ്റ്റിലെ വെബ് ലിങ്ക് ആണ്. ഇവിടെ നമ്മൾ വെക്കേണ്ടത് വി മസ്റ്റ് സപ്പോർട്ട് ഈച്ച് ബുക്ക് ചാപ്റ്റർ വിത്ത് ഫ്രണ്ട് പേജ് വേണം. നമ്മുടെ ബുക്കിന്റെ ഫ്രണ്ട് പേജ്, ദെൻ ഇൻഡെക്സ് പേജ് വേണം. നമ്മുടെ പബ്ലിക്കേഷന്റെ ബുക്ക് ചാപ്റ്ററിന്റെ അല്ലെങ്കിൽ ബുക്കിന്റെ ഫസ്റ്റ് പേജ് വേണം. അത് മൂന്നും കൂടി നമ്മൾ സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ഈ മെട്രിക്കുകളൊന്നും നമുക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കുക. ആൻഡ് ഓൾസോ ദ ബെഞ്ച് മാർക്ക് ഈസ് ക്വൈറ്റ് ഹൈ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സാറേ, ഇതിന്റെ അകത്ത് താഴേന്ന് തുടങ്ങി അതിന്റെ ബുക്ക് ചാപ്റ്ററുകളിൽ കോൺഫറൻസ് പ്രൊസീഡിങ്സ് ഉള്ളപ്പോ നമുക്ക് ചില കോൺഫറൻസ് പ്രൊസീഡിങ്സ് ISBN നമ്പർ ഇല്ലാത്ത കോൺഫറൻസ് പ്രൊസീഡിങ്സ് ഉണ്ട്. അതെങ്ങനെ വരും സാറേ? അത് തൽക്കാലം ഇത് ഇപ്പൊ സംഭവിച്ചെന്താന്ന് അറിയോ സാറേ, കഴിഞ്ഞ 2 വർഷമായിട്ട് ISBN നമ്പർ കൊടുക്കുന്നില്ല. നേരത്തെ നമുക്ക് തരുമായിരുന്നു. അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ സ്പ്യൂരിയസ് പബ്ലിക്കേഷൻസ് ഒത്തിരി ഉള്ളത് കൊണ്ടാണ് ഇവർ കൊടുക്കൽ നിർത്തിയത്. നേരത്തെ നമുക്ക് ഫസ്റ്റ് ഒരു 10ന്റെ ബണ്ടിൽ കിട്ടിയായിരുന്നു, ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. ഒരെണ്ണം കിട്ടാൻ തന്നെ വളരെ പാടായിരുന്നു. അതെ, അത് ഈ കാരണം കൊണ്ടാണ് സാറേ. അപ്പൊ തൽക്കാലം നമുക്ക് ISBN ഇല്ലെങ്കിലും കൊടുക്കാം സാറേ. ഇപ്പൊ ഫണ്ടഡ് UGC അല്ലെങ്കിൽ ICSR ഒക്കെ ഫണ്ട് ചെയ്ത ഒരു കോൺഫറൻസ് നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ദേ മസ്റ്റ് കൺസിഡർ ഇറ്റ്. അല്ലെങ്കിൽ നമുക്ക് പറയാം വി ഹാവ് അപ്ലൈഡ് ഫോർ ISBN നമ്പർ ആൻഡ് വി കുഡിന്റ് ഗെറ്റ് ISBN നമ്പർ സോ ഫാർ എന്ന് പറഞ്ഞ് നമുക്ക് പറയാം. നമുക്ക് കൊടുത്തു നോക്കാം സാറേ, പോസിറ്റീവ്ലി നമുക്ക് കൊടുക്കാം. സാറേ, പിന്നെ ഉള്ളത് സംശയം, അത് നമുക്ക് UGC കേരളിസ്റ്റ് ജേണൽസ് ചില കൊല്ലങ്ങളിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോ പബ്ലിഷ് ചെയ്ത കൊല്ലം കേരളിസ്റ്റിലുള്ള ജേണൽസിനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? അത് ഒരു ക്വസ്റ്റ്യൻ ആണ് സാറേ. അതായത് ആ സമയത്ത് UGC കേരളിസ്റ്റ് ഇല്ല, UGC ലിസ്റ്റഡ് ജേണൽസ് ഇല്ല, ഇത് രണ്ടും ഇല്ല. പിന്നെ അവര് പറയുന്നത് ഇതൊരു ഡൈനാമിക് പ്രോസസ്സാണ്. ഇന്നുള്ളത് ചിലപ്പോൾ നാളെ ഉണ്ടാവില്ല, ഇന്നില്ലാത്തത് നാളെ ഉണ്ടാവും എന്നാണ് UGCന്റെ കത്തിൽ പറയുന്നത്. സാറ് വായിച്ചല്ലോ, ഓർഡർ വായിച്ചല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവര് പറയുന്നത് ആ സമയത്ത് ആരൊക്കെ കേരളിസ്റ്റിലുണ്ടോ അതാണ് UGCയുടെ പബ്ലിക്കേഷൻ എന്നുള്ളതാണ്. അത് ഇപ്പോഴും ഫുൾ പ്രൂഫ് ആയിട്ടില്ല. അപ്പൊ ആകെ പിന്നെ നമുക്കൊരു ആശ്വാസം ഉള്ളത് വെബ് ഓഫ് സയൻസും സ്കോപ്പസിലും ഉണ്ടെങ്കിൽ അത് എല്ലാ കാലത്തും അവിടെ ഉണ്ടാവും. അത് അവർ കളയില്ല എന്നുള്ളൊരു വിശ്വാസമാണ്. പിന്നെ ഈ കേരളിസ്റ്റ് എന്ന് പറയുന്ന സാധനത്തിന്റെ പ്രശ്നം ഇതാണ്. അപ്പൊ തൽക്കാലം അതപ്പോ അങ്ങനെയാണ്. പ്രത്യേകിച്ച് അതില് വേറൊന്നും പറയാനില്ല. പിന്നെ പക്ഷെ പറഞ്ഞോളൂ ടീച്ചർ. സാർ, ഈ ലാംഗ്വേജ് ടീച്ചേഴ്സിന്റെ പോയംസ് അങ്ങനെയൊക്കെ പബ്ലിഷ് ചെയ്ത് തരില്ലേ? അതൊക്കെ നമുക്ക് അത് പോംസ് ഒക്കെ ടീച്ചർക്ക് 3rd 3.3.3 പറയാം. ബുക്സ് ആൻഡ് ബുക്ക് ചാപ്റ്റേഴ്സിൽ വരും. അവിടെ പറയാം. ഈവൻ ഇൻ ഐ തിങ്ക് പോം ക്യാൻ ബി പബ്ലിഷ്ഡ്. ഞാൻ അത് റീസെന്റ് ആയിട്ട് മനസ്സിലാക്കിയത് പബ്ലിക്കേഷനായിട്ട് കണക്കൂട്ടുന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എന്റെ അടുത്തൊരു ടീച്ചർ പറഞ്ഞ എങ്ങനെയാണ്. അതെ. പിന്നെ പറഞ്ഞോളൂ. നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പബ്ലിഷ് ചെയ്യുന്നത് അക്സെപ്റ്റ് ചെയ്യും? നമ്മൾ ഡിപ്പാർട്ട്മെന്റ് തന്നെ പബ്ലിഷ് ചെയ്താണോ പബ്ലിഷ് ചെയ്യുന്നത് അക്സെപ്റ്റ് ചെയ്യും വിത്തൗട്ട് ISBN നമ്പർ? ഇല്ല മാം, അത് പറ്റില്ല. ISBN ഉള്ളത് പറ്റുമല്ലേ സർ? പറ്റും. അത് നമുക്ക് ISBN കൊടുക്കാൻ പറ്റുമോ ഇപ്പൊ പബ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ? അല്ല സർ, ഞങ്ങളൊരു ജേണല് പോലെ, ഞങ്ങൾ വെറുതെ ഒരു ജേണൽ പോലെ ഒരു പബ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, ഹിസ്റ്റോറിയ എന്നുണ്ട്. പക്ഷെ അതിന് ISBN നമ്പർ ഒന്നും ഇല്ല, ISSN ഇല്ല. അപ്പൊ ഞാൻ ISSN ശ്രമിച്ചു, പക്ഷെ കിട്ടിയില്ല. അപ്പോ
അത് എടുക്കുമോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്. അതിന്റെ ഒരു പ്രോസസ്സ് ഇപ്പോ നിലവിലെ പ്രോസസ്സ് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഡം, നിലവില് യൂണിവേഴ്സിറ്റി IQAC ആണ്, യൂണിവേഴ്സിറ്റിയുടെ IQAC ആണ് UGC കെയർ ലിസ്റ്റിൽ നമ്മുടെ ജേണൽ ഇൻക്ലൂഡ് ചെയ്യണോ എന്നുള്ളത്. അതിന് 10,000 rupees ആണ്, നമ്മൾ 10,000 rupees കൊടുക്കണം. പിന്നെ നമ്മുടെ പബ്ലിക്കേഷൻസ് സ്റ്റാൻഡേർഡ് ആണോ എന്ന് തിരിക്കേണ്ടത് യൂണിവേഴ്സിറ്റി IQAC. അപ്പൊ നമ്മുടെ കോളേജ് IQAC റെക്കമെൻഡ് ചെയ്ത് യൂണിവേഴ്സിറ്റി IQAC UGCക്ക് റെക്കമെൻഡ് ചെയ്ത് ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ പബ്ലിക്കേഷൻ, അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, വെബ്സൈറ്റ് വേണം, എഡിറ്റോറിയൽ ബോർഡ് വേണം, അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് പറയുന്നത്. അതായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റ് പബ്ലിക്കേഷൻ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ആക്കി മാറ്റാം. വേണമെങ്കിൽ ഒന്ന് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അത് സാറേ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നു ISSN വേണ്ടിയിട്ട് ശ്രമിച്ചു. അപ്പോ ISSN ശ്രമിച്ചാലേ ISSN നമ്പർ ഉണ്ടെങ്കിലേ നമുക്ക് UGCക്ക് ജേണല് പറ്റുള്ളല്ലോ. IISSN സ്റ്റേജിൽ തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടുകൾ വന്നു സാറ്. 2 ഡിപ്പാർട്ട്മെന്റ് ശ്രമിച്ചിരുന്നു, അവിടെ ഹിസ്റ്ററിയും കമ്പ്യൂട്ടർ സയൻസും ശ്രമിച്ചിരുന്നു. അതില് ഞങ്ങളുടേത് ഫസ്റ്റ് പബ്ലിഷ് ചെയ്തു. പക്ഷെ അതിന്റെ അകത്തെ പ്ലാഗരിസം ചെക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ അന്ന് നിലവിലില്ലാത്തതുകൊണ്ട് നമ്മുടെ ഉർക്കുണ്ടിൽ നോക്കിയതായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോ ഇച്ചിരിയുടെ പ്ലാഗരിസം ലെവല് കൂടുതലാണെന്ന് പറഞ്ഞ് ഇത് ചെക്ക് ചെയ്ത് വരുവാ ചെയ്തത്. ഊർക്കുണ്ട് ചെക്ക് ചെയ്തിട്ട് വീണ്ടും വീണ്ടും പ്രശ്നം വന്നു. അപ്പൊ അവർ ഉർക്കുണ്ടല്ല യൂസ് ചെയ്യണമെന്ന് തോന്നുന്നു. ഉർക്കുണ്ടും തമ്മിൽ ഒരു 5% അടുത്ത് വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് ഊർക്കുണ്ടാണല്ലോ എല്ലാവർക്കും. അത് എൻഫിലിമിനെറ്റിലും കൊടുക്കുന്ന എല്ലാത്തിലും ഊർക്കുണ്ടും തന്നെ കൊടുക്കുന്നത് അങ്ങനെ കൊടുത്തിരുന്നു. പക്ഷെ അവരുടെ റിപ്പോർട്ട് വന്നപ്പോ ഇങ്ങനെയാ വന്നിരുന്നത്. അത് പക്ഷെ പേപ്പറും ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു. പിള്ളേരുടെ കുട്ടികളുടെ പേപ്പർ ആയിരുന്നു അത്. അതൊന്നും കൂടി ഒരു ചെറിയ സോഫ്റ്റ്വെയർ എങ്ങാനും മേടിക്കാൻ. ഈ ഓർക്കൊണ്ട് പിടിച്ചിട്ട് പിന്നെ കിട്ടില്ല, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ അതിനേക്കാളും ചെറിയ വെർഷൻ സോഫ്റ്റ്വെയർ ഒക്കെയാണ് പ്ലാഗിയറിസത്തിന് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്. പ്ലാഗിയറിസം X എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ രീതിയിൽ 1000 വേർഡ്സ് ഒക്കെ നോക്കുന്നത്. അപ്പോ ഇതിപ്പോ പലരും ഇതൊരു സർവീസ് ആയിട്ട് തരുന്ന ഇതുണ്ട്. അപ്പൊ ഞങ്ങൾ അത് നോക്കി സാറേ. ചില പേപ്പർ കോൺഫറൻസ് മാനേജ്മെന്റ് സിസ്റ്റംസിൽ നമ്മുടെ ഒരു കോൺഫറൻസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാഗരിസം ചെക്ക് അവർ ചെയ്ത് തരും. എങ്ങനെയാണെങ്കിൽ അതിന്റെ പേപ്പർ ജേണലായിട്ട് പബ്ലിഷ് ചെയ്യാം എന്നുള്ള ഒരു സ്റ്റേജിലാണ് ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല സാറേ, ആ രീതിയിൽ മൂവ് ചെയ്യാം. ഇത് വർക്ക് ചെയ്തില്ലേ നമുക്ക് അതങ്ങനെ മൂവ് ചെയ്യാം. എന്തായാലും നമുക്ക് അങ്ങനെ ഒരു ശ്രമം നടത്തുന്നത് നല്ല സാറേ. ഗുഡ്. പിന്നെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വി ക്യാൻ ഗിവ് അഡീഷണൽ ഇൻഫർമേഷൻ റിസർച്ച് പേപ്പേഴ്സിന്റെ. ഇപ്പൊ ചില ടീച്ചേഴ്സ് ഒക്കെ H-index ഒക്കെ കൂടുതലുള്ള ടീച്ചേഴ്സ് ഉണ്ടാവും. നമ്മുടെ H-index അതേപോലെ Q1 കാറ്റഗറിയിൽ പബ്ലിഷ് ചെയ്ത ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് നമുക്കൊരു അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ പലവർക്കും ഉണ്ടാകും. സ്കോപ്പസിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ H-index നമുക്ക് കിട്ടും. അതുകൊണ്ട് അതൊക്കെ നമുക്ക് സപ്ലിമെന്റ് ചെയ്യാം അഡീഷണൽ ഇൻഫർമേഷനിൽ. So anyway, this is very crucial during the peer team visit also. ഇനി എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ് ആണ്. നേരത്തെ 60 ആയിരുന്നു അതിന്റെ വെയിറ്റ്, അതൊരു 10 വെയിറ്റ് കുറഞ്ഞിട്ട് നൗ ഇറ്റ് ഈസ് 50. ഇതിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കീ ഇൻഡിക്കേറ്റർ ആണ് എക്സ്റ്റൻഷൻ ആക്ടിവിറ്റി. വളരെ എന്താ പറയുക, സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഈ ഡാറ്റ കളക്ട് ചെയ്ത് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സ്കോർ ചെയ്യാൻ പറ്റും. അതിൽ ആദ്യത്തെ എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ് ക്യാരിഡ് ഔട്ട് ഇൻ ദ നെയ്ബർഹുഡ് കമ്മ്യൂണിറ്റി സെൻസിറ്റൈസിങ്. ഇത് ക്വാളിറ്റേറ്റീവ് മെട്രിക് ആണ്. ഇത് മിക്കവാറും NSSന്റെ ഒരു 3 minute പ്രസന്റേഷൻ ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് പറയാൻ പറ്റും. അത് നമുക്ക് പറയാം, കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. പിന്നെ NSSും NCCയും ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ എന്തായാലും അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി നമ്പർ ഓഫ് അവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷൻ റിസീവ്ഡ് ഫോർ എക്സ്റ്റൻഷൻ ആക്ടിവിറ്റി എന്നാണ് അടുത്ത കാര്യം. അത് ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ബോഡീസ് ആയിരിക്കാം. അപ്പൊ നമ്മള് ഇപ്പൊ അവാർഡുകൾ NSSന്റെ അവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലെ? കോളേജിനും ഫാക്കൽറ്റിയും കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ കോളേജിന്റെ അവാർഡാണ് ഇവർ കൗണ്ട് ചെയ്യുക. പിന്നെ NCCന്റെ വല്ല അവാർഡും ഉണ്ടോ നമുക്ക്? NCC ഞങ്ങൾ രണ്ടും അപ്ലൈ ചെയ്തിട്ട് ഇതുവരെ NCC കിട്ടിയിട്ടില്ല സാറേ. NCC കിട്ടിയിട്ടില്ല, നമുക്ക് യൂണിറ്റേ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ 2 നാക്കിലും അത് അവർ പറയുകയും ചെയ്തു. നമ്മൾ ഇപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റ് 2-ലാണ്. 2 ജില്ലയിലും ഇപ്പൊ മാറിക്കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അത് അവരുടെ ഒരു എന്താ പറയാ 1001 കുട്ടികളോ അങ്ങനെ എന്തോ ഒരു കണക്കുണ്ട് അവർക്ക് ഒരു ബറ്റാലിയന്റെ കീഴില്. അപ്പൊ ഏതെങ്കിലും ഒരു കോളേജ് ഒന്ന് അങ്ങോട്ട് മാറി തന്നെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലയിടത്തൊക്കെ 2 യൂണിറ്റ് ഉണ്ടാവും NSSന്റെ. കഴിഞ്ഞ കൊല്ലം അങ്ങനെ ഒരു അടുത്ത് വരെ വന്നു, പക്ഷെ ലാസ്റ്റ് അത് കിട്ടിയില്ല.
ഇനി നമുക്ക് ഇങ്ങനെ കിട്ടുമോ സാറേ? ഇപ്പോ അവര് കൊടുക്കുന്ന ഈ കുട്ടികൾ കൊടുക്കുന്ന ചെറിയ ചെലവുകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഈ സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ അവർ NCC കൊടുക്കുന്നുണ്ട് ഇപ്പൊ. അത് അതിന്റെ ഒരു ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബെയർ ചെയ്യണം, കുട്ടികളുടെ ചെലവ് നമ്മൾ ബെയർ ചെയ്യണം. മറ്റേത് കുട്ടികൾക്ക് വേണ്ട ഇതെല്ലാം അവരാണ് കൊടുക്കുന്നത്, പെക്സ് ഒക്കെ അവരാണല്ലോ കൊടുക്കുന്നത്. അങ്ങനെ കോഴിക്കോട് ഒരു കോളേജിന് ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. ഓക്കെ സാറേ, അതൊന്ന് നോക്കാം. അനൂപ് മാഷാണ്, അനൂപ് ജെയിൻ സാറാണ് അത് സാർ. അത് ഓക്കെ സാർ, അത് നമ്മൾ 2 പ്രാവശ്യം അനൂപാണ് സാർ. പറഞ്ഞോളൂ സാർ. നമ്മളതിന്റെ ബാക്കില് മൂവാറ്റുപുഴയിലും എല്ലാവിടെയും അന്വേഷിച്ചു. അപ്പോ എന്നിട്ട് സ്പെഷ്യൽ കൺസിഡറേഷൻ ഡൽഹിക്കൊക്കെ അയച്ചു പെർമിറ്റിന് വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോഴും സ്റ്റിൽ 4 ആയിരുന്നു, 2 വെയിറ്റിംഗ് ലിസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് പുതിയ യൂണിറ്റുകളൊക്കെ ഇനി സാങ്ഷൻ ചെയ്ത് വരുന്നുണ്ട്. വേണ്ടത്തൊക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്നുകൂടെ ചോദിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി പോകുമ്പോ ഒന്നുകൂടെ അത് എപ്പോഴും ആരെങ്കിലും ആയിട്ട് ഒരു കോണ്ടാക്ട് അങ്ങോട്ട് ഉണ്ടാക്കി എടുക്കൂ സാറേ ഇതിന്. അവരെപ്പോഴും പറഞ്ഞു ആരെങ്കിലും ഒരാൾ ഇല്ലാതായിട്ട് പോകണം, അല്ലെങ്കിൽ സ്പെഷ്യൽ സാങ്ഷൻ. അതെ ശരിയാണ്. അവർക്കൊരു നമ്പർ ഉണ്ട്, ആ നമ്പർ അവർ കൊടുക്കുള്ളൂ. വേറെ എന്തെങ്കിലും അവാർഡ്സ് നമുക്കുണ്ടോ? IMA ഒക്കെ നമുക്ക് ബ്ലഡ് ഡൊണേഷന് നമുക്ക് അവാർഡ് തന്നിട്ടുണ്ടോ സാറേ? അപ്രീസിയേഷനോ അല്ലെങ്കിൽ പഞ്ചായത്ത് നമുക്ക് എന്തെങ്കിലും അപ്രീസിയേഷൻ ഉണ്ടോ? ഇത്തവണ ബ്ലഡ് ഡൊണേഷന് NSSന് ഒരു അവാർഡ് ഉണ്ടായിരുന്നു. വിശ്വമാഷി, ആ അവാർഡും പറയാമോ? ഇത്തവണ അമല ഹോസ്പിറ്റലിൽ വെച്ച് ഈ കഴിഞ്ഞ മാസം അവാർഡ് കേശദാനവുമായി ബന്ധപ്പെട്ടല്ലേ മാഷ? അത് കേശദാനവുമായിട്ട് ബന്ധപ്പെട്ട ക്യാൻസർ പേഷ്യൻസിന് നമ്മള് കുട്ടികള് മുടി വെച്ചു കൊടുത്തതെന്ന് ഹെയർ ഡൊണേഷൻ അവര് വരാറുണ്ട് കോളേജിൽ. അങ്ങനെ അമല ഹോസ്പിറ്റലിൽ വെച്ച് ഇവരെ അങ്ങനെ ആദരിക്കൽ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. ഒരു ലെറ്റർ ഒക്കെ നമ്മൾ വാങ്ങിച്ചല്ലോ അല്ലെ? അപ്രീസിയേഷൻ ലെറ്റർ ഉണ്ടല്ലോ. ഉണ്ട് തോന്നുന്നു സാർ, ഉണ്ടാണ്. പിന്നെ ബ്ലഡ് ഡൊണേഷൻ ഒക്കെ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് നടത്തുന്നുണ്ടാവുമല്ലോ അല്ലെ? ഉണ്ട് സാർ, NSSന്റെ ബ്ലഡ് ഡൊണേഷൻ. അപ്പൊ അവരുടെ IMന്റെ കയ്യിൽ നിന്ന് ഒരു അപ്രീസിയേഷൻ ലെറ്റർ 1-2 ഒക്കെ സാറേ നമുക്കൊരു മൊമെന്റോയും ഇത് കിട്ടിയിട്ടുണ്ട്, അതിന്റെ മൊമെന്റോ കിട്ടിയിട്ടുണ്ട്. ശരി, ഓക്കെ. അപ്പൊ അതൊക്കെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. വേറെ ഫ്ലഡ് സമയത്ത് നമുക്ക് മറ്റേ കളക്ടറേറ്റ് വല്ല അപ്രീസിയേഷൻ ഒക്കെ കിട്ടിയിരുന്നോ സാറേ നമ്മുടെ കോൺട്രിബ്യൂഷൻ? നമ്മളത് ചെയ്തിരുന്നു, പക്ഷെ കളക്ടറേറ്റിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് അപ്രീസിയേഷൻ ആയിട്ട് കിട്ടിയിട്ടില്ല. ഇല്ല, നമ്മളെ കോളേജിൽ നിന്ന് ടീച്ചർ മേടിച്ചു കൊടുത്തു കേട്ടോ അത്. അതല്ലേ? അവര് അവിടുന്ന് മറ്റേ പാക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു 10 കുട്ടികളും ഒരു 2 ടീച്ചേഴ്സും പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ അവര് അപ്രീസിയേഷൻ ലെറ്റർ കളക്ടറേറ്റ് നമുക്ക് തന്നു. ഇത് ഇടയ്ക്ക് നമ്മുടെ കുട്ടികൾ പോയിരുന്നു, പക്ഷെ അവര് ഇവിടെയാണ് പോയത്, പെരുമ്പാവൂരാണ് പോയത്, കളക്ടറേറ്റിലല്ലായിരുന്നു. പെരുമ്പാവൂര് ഗേൾസിലെ കളക്ഷൻ സെന്റർ, അവിടെ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ, അവിടെയായിരുന്നു അവരുണ്ടായിരുന്നത്. അപ്പൊ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി ആയിരിക്കും അത് കോർഡിനേറ്റ് ഉണ്ടാവുക, അവരെ കയ്യിൽ നമുക്ക് മേടിക്കാം. ഞാൻ അതൊന്ന് നോക്കാം സാർ, ഇനി കിട്ടുമോന്നുള്ള രീതിയിൽ അന്വേഷിച്ചാ അത് അവര് തരുന്നേ, അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലോ, നമ്മൾ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്തല്ലേ, നമുക്കൊന്ന് അന്വേഷിക്കാം. ഞാൻ എന്തോ അന്വേഷിക്കാം സാറേ. സർ, യൂത്ത് റെഡ് ക്രോസുമായി ബന്ധപ്പെട്ട് നമുക്ക് യൂണിറ്റ് ഉണ്ട് അവിടെ. അവര് നമുക്കിപ്പോ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റേഴ്സിലും സെക്കൻഡ് ലൈനിലും ഇതിലൊക്കെ നമ്മുടെ കുട്ടികൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും സ്റ്റിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇപ്പോഴേ മേടിക്കണം സാറേ, ഇപ്പോഴേ കളക്ടറിൽ നിന്ന് മേടിക്കണം അത്. അപ്പൊ അവരോട് ഞാൻ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വാങ്ങി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതില് 3.4.3 അത് ആഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. അതിൽ ആഡ് ചെയ്യാൻ പറ്റും സാറേ. അവാർഡ് റെക്കഗ്നീഷൻ തരുമ്പോൾ കോളേജിന് പേരിൽ തരാൻ പറയണേ, റെക്കഗ്നീഷൻ പറയും കേട്ടോ. കുട്ടികളുടെ മെൻഷൻ ചെയ്തോട്ടെ, കോളേജിന്റെ പേര് തരാൻ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. സോ നമുക്കുണ്ടാവും, വി ആർ ഡൂയിങ് എക്സ്റ്റെൻസീവ്ലി വെൽ ടുവേർഡ്സ് നെയ്ബർഹുഡ്. അപ്പോൾ ഡെഫിനറ്റ്ലി വി ക്യാൻ ഹാവ് അവാർഡും അപ്രീസിയേഷൻ ലെറ്റേഴ്സും കിട്ടാൻ ഭയങ്കര ഈസിയാണ്. പിന്നെ 3.4.3 ക്വാണ്ടിറ്റേറ്റീവ് മെറ്റീരിയൽ 15 ആണ് വെയിറ്റ്. അതിൽ യു ക്യാൻ സീ ദാറ്റ് നമ്പർ ഓഫ് എക്സ്റ്റൻഷൻ ആൻഡ് ഔട്ട്റീച്ച് പ്രോഗ്രാംസ് കണ്ടക്റ്റഡ് ബൈ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ത്രൂ. ഇത് എക്സ്റ്റെൻസീവായിട്ട് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും കേരളത്തിൽ നമ്മൾ ചെയ്യുന്നതാണ്. സ്വച്ഛ് ഭാരത്, പിന്നെ ഇപ്പൊ ഉന്നത് ഭാരത് അഭിയാൻ നമ്മൾ ഉണ്ടോ സാറേ? സാർ അത് കൊടുത്തിരുന്നു, ഞങ്ങളുടെ അടുത്തുള്ള ഇത് കിട്ടിയിട്ടില്ല സാറേ.
കഴിഞ്ഞ തവണ കൊടുത്തത്. അപ്പോ അതിന്റെ സാങ്ഷൻ വന്നില്ല. ഇടയ്ക്ക് കളക്ടറിലും വിളിച്ചിരുന്നു അത്. ശരി ശരി ശരി. അപ്പൊ അത് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വി മസ്റ്റ് പ്രിപ്പയർ അഡീഷണൽ ഇൻഫർമേഷൻ. നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് മെട്രിക്കിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യും ഓരോ ഇയറിലുള്ള 1 2 3 4 5 എന്നുള്ള പ്രോഗ്രാംസ് ലിസ്റ്റ്. അതിന്റെ ഓരോ പ്രോഗ്രാമിന്റെയും ഒരു ചെറിയ റൈറ്റപ്പ് റിപ്പോർട്ട്, പിന്നെ അതിൻ്റെ ഒരു ഫോട്ടോ, ആ ഫോട്ടോയ്ക്ക് ഒരു ഫിഗർ ക്യാപ്ഷൻ, ഇത്രയും കൊടുത്ത് നമ്മൾ ഓരോ പ്രോഗ്രാമും ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദർ വോണ്ട് ബി എനി ക്വസ്റ്റ്യൻ ഫ്രം DVB പാർട്ട്ണർ ഉണ്ടാവില്ല. അവരെങ്ങനെയേ അത് ആക്സെപ്റ്റ് ചെയ്യും. അത് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. ഉള്ള കാര്യം നമ്മൾ പറയണം. ഇപ്പോൾ പുതിയ SOPയിൽ ദേ ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ തിങ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രോഗ്രാംസിൽ, എക്സ്റ്റൻഷൻ ഔട്ട്റീച്ച് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടികളുടെയും ടീച്ചേഴ്സിന്റെയും അറ്റൻഡൻസ് ലിസ്റ്റ് വേണം. അത് നമ്മൾ പുതിയ SOPയിലുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വി വോണ്ട് ഹാവ് ദാറ്റ് ലിസ്റ്റ്. പ്രീവിയസ്ലി ഓർഗനൈസ്ഡ് പ്രോഗ്രാംസിനൊന്നും നമ്മൾ ഉണ്ടാവില്ല. അപ്പോൾ അതിപ്പോഴേ ലിസ്റ്റ് ചെയ്തിട്ട്, ഇപ്പൊ ഉള്ള കുട്ടികൾ 3 വർഷത്തെ കുട്ടികളുണ്ട്, ഒരു ബാച്ച് കുട്ടികൾ ഇപ്പോൾ പോകും. അപ്പോൾ ആ കുട്ടികൾ പോകുന്നതിന് മുന്നേ ആ സമയത്തുള്ള കുട്ടികളുടെ ലിസ്റ്റ് ഉണ്ടാക്കി കുട്ടികളെ ഒപ്പൊന്നും നിങ്ങൾ മേടിച്ച് വെച്ചേക്കണം കേട്ടോ. അത് സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ 3.4.4 ആവറേജ് പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ് ആണ്. ഇപ്പോൾ മിക്കവാറും നമ്മൾ മേജർ എക്സ്റ്റൻഷൻ വല്ലതൊക്കെ ചെയ്തിട്ടുണ്ടോ സാറേ? നമ്മൾ ഈ ഹോം ഫോർ എ ഫ്രണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാം? സാറേ അതുണ്ട്. നമ്മുടെ അടുത്ത് തന്നെ NSSഉം ആഭിമുഖ്യത്തിൽ ഒരു വിശ്വമാഷ, അതൊന്ന് പറയാമോ? തൊട്ട് ഒരു വീടുണ്ടാക്കി നമ്മുടെ കൊടുത്തിട്ട്. ഓ യെസ്. അത് നമ്മൾ ഇവിടെ അടുത്ത് ഉള്ളൊരു പാവപ്പെട്ട ഒരു 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 അമ്മയും മകനും ഒരു ഇത് എന്താണ് മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള ഒരു മോനുള്ള ഒരു ഫാമിലിക്ക് ചെറിയ വീട് പണിത് കൊടുത്താണ്. അത് ഇവിടുത്തെ നമ്മുടെ വാർഡ് സമിതിയുമായിട്ട് ചേർന്നിട്ടാണ്. അങ്ങനെ നമ്മളൊരു വീട് ഒരെണ്ണമാണ് ചെയ്തത്. അത് 17-ലായിരുന്നു. ഓ മതി. അപ്പൊ ആ സമയത്തുള്ള എല്ലാ കുട്ടികളും അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും, എല്ലാ ടീച്ചേഴ്സും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അതിനകത്ത് ഉണ്ട്. നമ്മുടെ കോളേജും മാനേജ്മെന്റും കുട്ടികളും എല്ലാരും കൂടെ ചേർന്നിട്ട് തന്നെയാണ്. ഓക്കെ ഗുഡ്. അപ്പൊ അത് നമ്മൾ ലിസ്റ്റ് നമുക്ക് സൈൻ ചെയ്ത് മേടിക്കാം. പിന്നെ ഈ പഞ്ചായത്ത് സമിതി ആണെങ്കിൽ സമിതിയുടെ ഒരു അപ്രീസിയേഷൻ ലെറ്ററും സാറൊന്ന് വാങ്ങിച്ചേക്കണേ. വാർഡ് വികസന സമിതി ഇവിടുത്തെ എന്തെങ്കിലും അവരുടെ ഒരു ലെറ്റർ പാടില്ല മേടിക്കാം. ഓ യെസ് യെസ്. അപ്പൊ അത് നമുക്ക് കാണിക്കാം. അപ്പൊ അത് മലയാളത്തിലാണെങ്കിൽ അതൊന്ന് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിൽ കൊടുക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത് നമുക്ക് കേരളത്തിലുള്ള മിക്ക കോളേജസും നന്നായിട്ട് സ്കോർ ചെയ്യുന്ന ഒരു മെട്രിക്കാണ് എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അത് നമ്മൾ വളരെ പ്ലാൻഡ് ആയിട്ട് ഡോക്യുമെന്റ് സപ്പോർട്ട് ചെയ്തിട്ട് റിപ്പോർട്ട്സ് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഫുൾ വെയിറ്റ്. ഞങ്ങൾക്ക് ഈ എക്സ്റ്റൻഷൻ ആക്ടിവിറ്റി 60-60 ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ആ സമയത്ത് ഞങ്ങൾ ആ പീരീഡിൽ ഞങ്ങൾ 2 വീട് വെച്ച് കൊടുത്തിരുന്നു. പിന്നെ ഫ്ലഡിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്ലഡിൽ നമ്മുടെ ഓഡിറ്റോറിയം ആയിരുന്നു അന്ന് റെഫ്യൂജി ക്യാമ്പ് അന്ന്. അപ്പൊ അങ്ങനെ എല്ലാം നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ലെവലിൽ കുറെ എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ് പല ഡിപ്പാർട്ട്മെന്റ്സും ചെയ്തിട്ടുണ്ടാകും. അതെല്ലാം നമ്മൾ എടുത്ത് റിപ്പോർട്ടാക്കി നേരത്തെ പറഞ്ഞ പോലെ SOP പ്രകാരം നമ്മൾ അറ്റൻഡൻസ് ലിസ്റ്റും റിപ്പോർട്ട്സും ഒക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ we can have the full weight. We can claim the full weight. Any questions? നമ്മള് NSSന്റെ ഇതില് ഫ്ലഡ് സർവേയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ടുവരണം സാറേ. സർവേ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടികള്. അതെ, സർവേ അതിന്റെയൊക്കെ ഉണ്ട്. അതിന്റെയൊക്കെ അറ്റൻഡൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ വീട് പണിതതിലാണ് നമുക്കിങ്ങനെ ഡെയിലി പോയി ചെയ്യുന്നതിന്റെ ഒന്നും നമുക്ക് അറ്റൻഡൻസ് ആയിട്ട് അങ്ങനെ എടുത്തിട്ടില്ല. അങ്ങനെ വേണമെന്നില്ല സാറേ. നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്ത കുട്ടികളുടെ ലിസ്റ്റ് എന്തായാലും കാണുമല്ലോ. എല്ലാ കുട്ടികളുടെയും നമ്മൾ സൈൻ ചെയ്തിട്ട് വാങ്ങിച്ചാൽ മതിയല്ലോ. പിന്നെ അത് മേടിക്കാവുന്നേ. അതുപോലെ പിന്നെ ഫ്ലഡിലുള്ളതും നമുക്ക് ഫ്ലഡ് റിലീഫിൽ നമ്മൾ ചെയ്തതും കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ അവരുടെ കയ്യിൽ നിന്നുള്ളൊരു സർട്ടിഫിക്കേഷൻ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. പോയി ബാക്കി ഫോട്ടോസ്, കാര്യങ്ങള്, റിപ്പോർട്ട്സ്, ഡീറ്റെയിൽസ് അതൊക്കെ ഉണ്ട്. പറഞ്ഞോളൂ. നമുക്ക് ഫ്ലഡ് റിലീഫില് സർവേയില് പങ്കെടുത്തതിന് പഞ്ചായത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഓ മതി.
അത് നമുക്ക് കാണിക്കാലോ വെക്കാം. അല്ലേ? ഓ പിന്നെ അപ്രീസിയേഷൻ ലെറ്റർ അല്ലേ, അപ്രീസിയേഷൻ ലെറ്റർ അല്ലേ കാണിക്കാം. ആയിക്കോട്ടെ. ഇത് കുറച്ച് എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ് ഞാൻ കാണിക്കാം. ഇതിപ്പോ നമ്പർ ഓഫ് എക്സ്റ്റൻഷൻ ഔട്ട്റീച്ച് പ്രോഗ്രാംസ് ആണ്, ഓരോ വർഷവും നമ്മൾ നടത്തിയതാണ്. ഇത് ഇത്രയൊക്കെ നമ്മളെല്ലാ കോളേജിലും ഉണ്ടാവുകയെ 13-14. ഇപ്പൊ നമ്മള് ഇത് കുടുംബശ്രീ എനർജി കൺസർവേഷൻ ക്ലബ്ബ് നടത്തിയ പ്രോഗ്രാമാണ് ഇത്. ഇത് കുടുംബശ്രീ മെമ്പേഴ്സിനായിരുന്നു. പിന്നെ എൻവയറമെന്റൽ മാനേജ്മെന്റ് ട്രെയിനിങ് പറഞ്ഞ് KCST ഫണ്ടോടുകൂടി നമ്മൾ ഹരിത കർമ്മസേനയ്ക്ക്, നമ്മുടെ പഞ്ചായത്ത് ഹരിത കർമ്മസേനയ്ക്ക് ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം കൊടുത്തിരുന്ന പ്രോഗ്രാമാണ്. പിന്നെ മെഡിക്കൽ ക്യാമ്പാണ് മോള് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഒരു നമ്പർ ഓഫ് പ്രോഗ്രാംസ് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്ലീനിങ് ഓഫ് പെരിയാർ റിവർ ബാങ്ക് നമ്മുടെ ആലുവയുള്ള പ്രൊഫസറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട്. പിന്നെ LED ലൈറ്റ്സ് അസംബ്ലിങ്, പിന്നെ ക്ലീനിങ് ആലപ്പുഴ പോയി ക്ലീൻ ചെയ്തു, പിന്നെ നമ്മൾ ഇവിടെ ക്ലീൻ ചെയ്തു. പിന്നെ മെഡിക്കൽ ക്യാമ്പ്സ്, കൗൺസിലിംഗ് സെന്റർ, നമുക്ക് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവര് കുറ്റിങ്ങൽ ഫയർ ട്രാജഡി നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ പോയിട്ട് കൗൺസിലിംഗ് നടത്തിയിരുന്നു. ഇമ്മൻസ്ലി ഇൻവോൾവ് ഇൻ കൗൺസിലിംഗ് മാറ്റേഴ്സ്. പിന്നെ മോസ്കിറ്റോ ഇറാഡിക്കേഷന് ബന്ധപ്പെട്ട അവയർനെസ്, അതൊക്കെ നമ്മുടെ പഞ്ചായത്തുമായിട്ട് അസോസിയേറ്റ്. പിന്നെ റെഗുലർ ആയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന കുറച്ച് പ്രോഗ്രാമാണ്. പ്രഗതി എന്ന് പറയുന്നത് കുട്ടികൾക്ക് എല്ലാ വർഷവും, നമ്മൾ തൊട്ടടുത്തൊരു UP സ്കൂളുണ്ട്, അവർക്ക് എല്ലാ വർഷവും സ്റ്റേഷനറി ഐറ്റംസ് നമ്മളാണ് കൊടുക്കുന്നത്, യൂണിഫോമും സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം. പിന്നെ സ്വപ്ന വീട് എന്ന് പറയുന്നത് ഹോം ഫോർ എ ഫ്രണ്ട്. പിന്നെ പാലിയേറ്റീവ് കെയർ ഉണ്ടാവുമല്ലോ സാറേ നമുക്ക്, അല്ലേ? NSSുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് റെഡ് റിബൺ ക്ലബ്ബുമായിട്ടോ YRC ആയിട്ടോ ഒക്കെ ആയിട്ട് പാലിയേറ്റീവ് ഉണ്ടോ? NSS അതിനകത്ത് അത്ര ഇതായിട്ട് ഞങ്ങൾ 1-2 ഇതിന് പ്രോഗ്രാമിന് പോയി പങ്കെടുത്തല്ല, റെഗുലർ ആയിട്ടുള്ള ഒരു രീതിയിൽ അത് ചെയ്തിട്ടില്ല സാറേ. ഒരു തവണ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ യൂത്ത് റെഡ് ക്രോസിന്റെ ഇതിൽ വന്നു തോന്നുന്നു. ഇപ്പൊ ഇവിടെ പഞ്ചായത്തിൽ അവർ ചെയ്തിരിക്കുന്നത് എല്ലാ ആഴ്ചയിലും ഒരു 2 കുട്ടികൾ മാത്രം, ആഴ്ചയിൽ മതി 2 കുട്ടികൾ ഒന്ന് പോയിട്ടൊന്ന് സഹായിക്കണം, ഒരു മണിക്കൂർ ഒന്ന് അവിടെ പോയിട്ട് സഹായിക്കാൻ എന്നുള്ളൊരു ചെറിയൊരു പ്രോഗ്രാം പഞ്ചായത്ത് ലെവലിൽ ഇവർ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് വേണമെങ്കിൽ ഇനി ആലോചിക്കാവുന്നതാണ്. പിന്നെ UBAയുടെ പ്രോഗ്രാം നമുക്കുണ്ട്. പിന്നെ എമർജൻസി റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം നമ്മുടെ കോളേജിലുണ്ട്. നമ്മുടെ മുരളി തുമ്മാരുകൂടിയുടെ ഒരു ഡ്രീം സാധനമാണ് അത്, എല്ലാ കോളേജിലും ഉണ്ടാവണം, നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ വേറെ പല കാര്യങ്ങളും, ഇപ്പൊ ആധാർ എൻറോൾമെന്റ് ഒക്കെ ചിലപ്പോൾ നമ്മൾ കോളേജിൽ നടത്തിയിട്ടുണ്ടാവും. പാസ്പോർട്ട് സിംഗിൾ വിൻഡോ, പലപ്പോഴും പാസ്പോർട്ട് ഓഫീസ് കുട്ടികളെ എൻറോൾ ചെയ്യുന്ന പ്രോഗ്രാം ഉണ്ട്. അതൊക്കെ നമുക്ക് കാണിക്കാം. അങ്ങനെ ഓരോ സാധനങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവിടെയും ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കിടക്കുന്നുണ്ടാവും. അതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കൂടി ഇരുന്നിട്ട് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊക്കെ തിരിച്ചെടുക്കാൻ കഴിയും. വി ക്യാൻ കളക്ട് ദ ഡാറ്റ. പറഞ്ഞോളൂ സാറേ, എന്തോ ചോദിക്കണം? സാറേ, പിന്നെ എല്ലാ വർഷവും ഈ തൊട്ടടുത്തുള്ള +2 കുട്ടികൾക്ക്, സ്കൂളിലെ +2 കുട്ടികൾക്ക് എക്സ്പെരിമെന്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഒരു ദിവസം, വർഷവും പറഞ്ഞിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ അത് ഇതില് ഉൾപ്പെടുത്താൻ പറ്റുമോ? അത് പിന്നെ അത് ഔട്ട്റീച്ച് ആണ് നമ്മുടെ. പിന്നെ അത് രണ്ട് സ്ഥലത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം ടീച്ചറെ. ഒന്ന്, നമ്മള് കുട്ടികളെ കൊണ്ടാണോ നമ്മള് അവിടുത്തെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, അത് നമ്മൾ ടീച്ചേഴ്സ് ആണോ? അല്ലല്ല, കുട്ടികളെ ഫൈനൽ DC സെക്കൻഡ് DC. വെരി ഗുഡ്. അപ്പൊ അത് നമുക്ക് സർവീസ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെക്കൻഡ് TLE ടീച്ചിങ് ലേണിംഗ് ഇവാലുവേഷനിൽ നമ്മുടെ അഡ്വാൻസ് ലേണേഴ്സിന് നമ്മൾ കൊടുക്കുന്ന, അതേപോലെ സ്റ്റുഡന്റ് സെൻട്രിക് ടീച്ചിങ് മെത്തേഡ്സിൽ നമുക്ക് സർവീസ് ലേണിംഗ് ആയിട്ടും ഇത് കാണിക്കാൻ പറ്റും. രണ്ട് സ്ഥലത്തും കാണിക്കാം. നല്ല പ്രോഗ്രാം അത്. സാറേ, നമ്മളുടെ സയൻസ് ഫോറം ഒരു പ്രാവശ്യം സ്കൈവാച്ച് പ്രോഗ്രാം നടത്തിയിരുന്നു. അപ്പൊ അതിന് ലോക്കൽ ആയിട്ടുള്ള ആൾക്കാരും അതിൽ പങ്കെടുത്തിരുന്നു. എന്തായിരുന്നു പ്രോഗ്രാം? ഹലോ. പിന്നെ അതുപോലെ തന്നെ ഇതുണ്ടായിരുന്നു സോളാർ എക്ലിപ്സില്ലേ കഴിഞ്ഞ വർഷത്തെ. ഓക്കെ. അത് നമുക്ക് ഇവിടെ കാണിക്കാം. സർവീസ് ലേണിംഗിൽ, മറ്റേ സ്റ്റുഡന്റ് സെൻട്രിക് ലേണിംഗിൽ നമുക്ക് കാണിക്കാം. പിന്നെ ഇതില് എക്സ്റ്റൻഷനിൽ അവയർനെസ് പ്രോഗ്രാം ആയിട്ട് നമുക്ക് കാണിക്കാം. എക്സ്റ്റൻഷൻ പ്രോഗ്രാമിൽ അവയർനെസ് പ്രോഗ്രാം ആയിട്ട് കാണിക്കാം. 2 സ്ഥലത്തും കാണിക്കാം. പിന്നെ ക്ലീനിങ് ഡ്രൈവ്സ് വല്ലതൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സ്വച്ഛ് ഭാരത് എന്ന് പറഞ്ഞ ഒരു ടൈറ്റിൽ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. ഉണ്ട് സാറേ, സ്വച്ഛ് ഭാരതുമായിട്ട് ബന്ധപ്പെട്ട് കോളേജിന്റെ ക്യാമ്പസിന്റെ ഉള്ളിലെ ക്ലീനിങ് തൊട്ട് പുറത്തും ഉള്ളത് ഒരു തവണ നമ്മൾ ചെയ്തിരുന്നു.
അത് കാണിക്കാം സാറേ കേട്ടോ. പിന്നെ സാറേ സ്വച്ഛ ഭാരതായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ 2 വർഷങ്ങളിൽ ഒരു വർഷം സ്വച്ഛ ഭാരത് 1 50 hours, പിന്നെ സ്വച്ഛ ഭാരത് 2 100 hours ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ അതിനനുസരിച്ച് ചെയ്ത് യൂണിവേഴ്സിറ്റി കൊടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അതിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയില്ല. ഞാൻ അതിനുശേഷം യൂണിവേഴ്സിറ്റി ആയിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു. സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക്. നമ്മൾ റെക്കോർഡിക്കലായിട്ട് ചെയ്തിട്ടുണ്ട്. സാർ അത് മിസ് ചെയ്തല്ലോ. കാരണം നമ്മളവിടെ 3 കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. പക്ഷെ ഞാനത് അത് യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരുന്നു അതോ? ഇല്ല, അത് സെന്ററിൽ നിന്നാണ് വരിക. സാറേ വരിക. ഡൽഹിയിൽ നിന്നാണ് സാറേ വരിക. അത് നമ്മുടെ അവിടെ 3 കുട്ടികൾക്ക് കിട്ടിയത് കിട്ടിയല്ലേ? പക്ഷെ ഇവിടെ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല നമുക്ക്. എന്തോ സംഭവിച്ചിട്ടുണ്ട് സാറേ. നല്ലതായിരുന്നു അത്. അപ്പൊ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. അല്ല, അത് പറയാം സാറേ. നമ്മുടെ കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് പറയാലോ. നമുക്ക് അതിന്റെ ഡോക്യുമെന്റ് ഒക്കെ ഉണ്ടല്ലോ. ഫോട്ടോസ്, ഡേറ്റ് സ്റ്റാമ്പ് ഉൾപ്പെടെയുള്ള ഫോട്ടോസ് ഒക്കെ ഉണ്ട്. ഇത് ഉപയോഗിക്കാം. അത് പറയാം സാറേ. ഇത് പറയാം കേട്ടോ. സർട്ടിഫിക്കറ്റ് കിട്ടാത്ത എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണ്. അത് നമുക്ക് പറയാം. ഓക്കെ. വേറെന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? പിന്നെ ജെൻഡർ ഇഷ്യൂസ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കാണുമല്ലോ എന്തായാലും. വിമൻസ് എല്ലാം ഒക്കെ ചെയ്ത് കാണുമല്ലോ. ഉണ്ട് സാറേ. ജെൻഡർ ഇഷ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്ഷോപ്പുകളും ടോക്കും ഒക്കെ ഉണ്ടായിരുന്നു. അത് വിമൻസ് എല്ലാം എക്സ്റ്റൻസീവ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ശരി. ശ്രീമതി ജോസഫൈൻ വന്ന് ക്ലാസ് എടുത്തിരുന്നു. വനിതാ കമ്മീഷൻ അല്ലേ? വനിതാ കമ്മീഷൻ. പിന്നെ ഇവിടുത്തെ മെമ്പർ അഡ്വക്കേറ്റ് ഷിജി ശിവജിയും കൊണ്ടുവന്നിട്ടുണ്ട്. അവരും അവിടെ തന്നെ അതിലെ മെമ്പർ ആണല്ലോ അല്ലേ? അതെ. അത് ഈ പോക്സോ കേസ് അങ്ങനത്തെ കുട്ടികളുടെ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു 1 day സെമിനാർ ആയിട്ട് നടത്തിയിരുന്നു. വെരി ഗുഡ്. അത് നമുക്ക് പറയാം. പിന്നെ ട്രാൻസ്ജെൻഡർ അവയർനെസ് പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. ട്രാൻസ്ജെൻഡറിനെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഗ്രേറ്റ്. അതൊക്കെ ഇവിടെ കൊണ്ടുവരാം. ആരാ വന്നേ ട്രാൻസ്ജെൻഡർ? മറ്റേ സാധിക എന്ന് പറഞ്ഞ തീർത്ഥ സാധിക. ശരി. ഗുഡ്. സാറേ, നമ്മൾ ഈ ഫോട്ടോസ് ഒക്കെ മുമ്പ് കാണിച്ചല്ലോ നിങ്ങളുടെ കോളേജിലെ, ഇത് ജിയോ ടാഗ് ഫോട്ടോസ് ആണോ അതോ? ആ സമയത്ത് മാഡം ജിയോ ടാഗ് ഫോട്ടോസ് ഇൻഫ്രാസ്ട്രക്ചറിന് മാത്രമേ ആ സമയത്ത് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നാക്ക് പറഞ്ഞിരിക്കുന്നത് എല്ലാത്തിനും ജിയോ ടാഗ് ചെയ്ത ഫോട്ടോസ് വേണമെന്നാണ് പുതിയ SOPയിൽ അവർ പറയുന്നത്. അപ്പൊ അതിന് നമുക്ക് ഇപ്പൊ വേറെ നിർവാഹമല്ല. അന്നത്തെ കാലത്ത് നമുക്ക് ജിയോ ടാഗിങ് ഇല്ല, അതേ പറയാൻ നിർവാഹമുള്ളൂ. എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആക്ടിവിറ്റി നടത്തിയിട്ടില്ല എന്നുള്ളതിന് ഇതൊന്നുമല്ല. നമുക്ക് ബ്രോഷർ ഉണ്ടാവും, നമ്മുടെ പ്രോഗ്രാം ഷെഡ്യൂൾ ഉണ്ടാവും. അത് ഏതെങ്കിലും സപ്പോർട്ട് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ പറഞ്ഞിരുന്നാൽ മതി. ആ സമയത്ത് ജിയോ ടാഗിങ് ഉണ്ടായിരുന്നില്ല. അത് വേറെ നിർവാഹമില്ലല്ലോ നമുക്ക് ജിയോ ടാഗ് ചെയ്യാൻ. പിന്നെ ചിലവരൊക്കെ ഇപ്പൊ പറഞ്ഞു കേട്ടത് കൃത്രിമമായിട്ട് ജിയോ ടാഗിങ് ഒക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ പറഞ്ഞിരുന്നാൽ മതി. സത്യസന്ധമായി തന്നെ നമ്മൾ പറഞ്ഞിരുന്നാൽ മതി. ഒരു കുഴപ്പമില്ല. ചിലപ്പോൾ അവര് ചോദിക്കുന്നുണ്ടാവുക ഇങ്ങനെ എന്തെങ്കിലും പ്രാക്ടീസ് അവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതായിരിക്കും ചിലപ്പോ അവര് ചിന്തിക്കുന്നുണ്ടാവുക കേട്ടോ. അങ്ങനെയാവാം. ഇപ്പൊ നമ്മുടെ നാക് വെബ്സൈറ്റിൽ കണ്ടു കാണും, 2 കോളേജസിനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവര് സകല പ്ലേസ്മെന്റ് സെല്ലിന്റെ ഓഫർ ലെറ്റർ ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്ത്. ഓക്കെ, നമുക്ക് സത്യസന്ധമായിട്ട് പറയാനേ, നോ ഇഷ്യൂസ്. ലാസ്റ്റ് കീ ഇൻഡിക്കേറ്റർ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ലാസ്റ്റ് കീ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെട്രിക് ആണ്. രണ്ടും. ഒന്ന് കൊളാബറേറ്റീവ് ആക്ടിവിറ്റീസ് ഫോർ റിസർച്ച് ഫാക്കൽറ്റി. നേരത്തെ കൊളാബറേറ്റീവ് റിസർച്ച് മനശങ്കർ സാർ പറഞ്ഞു, മറ്റേ NGO കൊളാബറേറ്റ് ചെയ്ത് റിസർച്ചിന്റെ ഗുഡ്, ദാറ്റ്സ് എ കൊളാബറേഷൻ. പിന്നെ ഫാക്കൽറ്റി എക്സ്ചേഞ്ച്, ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് പോസിബിൾ. ഉണ്ടെങ്കിൽ ഓക്കെ, സ്റ്റുഡന്റ് എക്സ്ചേഞ്ച്. ബട്ട് ഇന്റേൺഷിപ്പ് വിൽ ബി ദെയർ. ഇന്റേൺഷിപ്പ് എന്തായാലും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ഉണ്ടാവും. കെമിസ്ട്രിക്കാര് NIST ട്രിവാൻഡ്രത്ത് പോയിട്ടുണ്ടാവും. പിന്നെ പ്രീവിയസ്ലി RRL, പിന്നെ മറ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ്സിലെ കുട്ടികൾ പോയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് കൊളാബറേഷൻ ആയിട്ട് നമ്മൾ അതിന്റെ ലെറ്റർ ആയിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാം. അതിന് ഡാറ്റ ഫോർ ദ പാസ്റ്റ് 5 years ആണ് നമുക്ക് വേണ്ട. 5 വർഷത്തെ നമുക്ക് കുട്ടികളുടെ ഇന്റേൺഷിപ്പ് കൊളാബറേഷൻ ആയിട്ട് കാണിക്കാം. പിന്നെ ഏതെങ്കിലും റിസർച്ച് പ്രോജക്ട്സ്, മേജർ റിസർച്ച് പ്രോജക്ട്, നേരത്തെ പറഞ്ഞ ICSSRന്റെ ഇംപ്രസ്,
നമുക്ക് ഏതെങ്കിലും ആയിട്ട് കൊളാബറേഷൻ വല്ല യൂണിവേഴ്സിറ്റി റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കോപ്പി ചെയ്യോ ഒക്കെ ഉണ്ടെങ്കിൽ വി ക്യാൻ ബ്രിങ് ഇറ്റ് ഹിയർ. ദാറ്റ്സ് വാട്ട് കൊളാബറേഷൻ. ബട്ട് അഫിലിയേറ്റഡ് കോളേജസിന് ദർ ഇസ് നോ പോസിബിലിറ്റി ഫോർ ഫാക്കൽറ്റി എക്സ്ചേഞ്ച്, സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് അറ്റ് പ്രസന്റ് ഇല്ല. പിന്നെ നെക്സ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് മെട്രിക് എന്ന് പറയുന്നത് ഫങ്ഷണൽ MOUs ആണ് വേണ്ടത്. ദറ്റ് മസ്റ്റ് ബി ഫങ്ഷണൽ. ഇൻഡസ്ട്രിയുമായിട്ടോ കോർപ്പറേറ്റ് ഹൗസസുമായിട്ടോ കഴിഞ്ഞ 5 വർഷമായിട്ടോ വല്ല MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി വി വിൽ ഹാവ് എൻ MOU വിത്ത് സെക്ടർ സ്കിൽ കൗൺസിൽ നമുക്കുണ്ട്. അത് കൂടാതെ ഡിപ്പാർട്ട്മെന്റ് ലെവല് വല്ല MOU ഇനീഷ്യേറ്റ് ചെയ്തിട്ട് ഇതെല്ലാ ഡിപ്പാർട്ട്മെന്റും 1-2 MOU സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി ഗുഡ്. അത് ഫങ്ഷണൽ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ നടന്നിരിക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വി ക്യാൻ ക്ലെയിം ഇറ്റ്. ഇത് നമുക്ക് അത്ര എന്താ പറയാ ലാർജ് നമ്പർ ഒന്നും നമുക്ക് വേണ്ട. ദേ ആർ ചെക്കിങ് അവർ എന്താ പറയാ നമ്മുടെ കൊളാബറേറ്റീവ് സ്കില്ലും നമ്മുടെ റിസോഴ്സ് ഷെയറിങ്ങും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അവരുടെ ഒരു ഫോക്കസ്. ദാറ്റ്സ് ഇറ്റ്. ഇതിനെല്ലാം നമ്മൾ MOU സ്കാൻ ചെയ്ത് നമ്മൾ കൊടുക്കണം. സർ, ഇതിലൊരു ചെറിയ സംശയമുള്ളത്, അത് പല ഇതിലും ഗ്രൂപ്പിലും ചോദിച്ചത് ഒരു സംശയമാണ്. നമ്മുടെ ഇവിടെ ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം, നമ്മുടെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം നമ്മൾ ഇവിടെ ഓർഗനൈസ് ചെയ്തിട്ട് അടുത്തുള്ള ഒരു കോളേജിൽ നിന്ന് സ്റ്റുഡൻസിനെ അത് ആക്സസ് ചെയ്യാനുള്ളത് കൊടുക്കുകയും നേരെ തിരിച്ചു അങ്ങനെ വന്നാൽ അതൊരു സ്റ്റുഡന്റ് എക്സ്ചേഞ്ചിന്റെ കാറ്റഗറിയിൽ പെടാൻ പറ്റില്ല സാർ? ഇല്ല സാർ, അത് നമുക്കൊരു MOU സൈൻ ചെയ്ത് വെക്കാം. സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നുണ്ടെങ്കിൽ സ്റ്റുഡന്റ് അതിപ്പോ നമുക്ക് അത് നമ്മുടെ നിലവിലെ സിസ്റ്റത്തിൽ അത് പോസിബിൾ അല്ല. അത് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഉള്ള സ്ഥലത്തെ നമുക്ക് പറ്റുള്ളൂ സാറേ. അതായത് നമ്മളിവിടെ ഒരു കുട്ടി 3 മാസം പഠിക്കുന്ന ഒരു കുട്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും കോളേജിൽ പോയിട്ട് ഒരു 3 മാസം പഠിച്ചാൽ അവിടെ ആ കുട്ടി പഠിക്കുന്ന 3 മാസം ഇവിടെ പഠിക്കുന്ന ആ 3 മാസം ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ വിത്തിൻ യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അത് സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് ആയിട്ട് പരിഗണിക്കുള്ളൂ. അതൊക്കെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഇതുണ്ട്. ഇപ്പോൾ യൂറോപ്പിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു കുട്ടിക്ക് 6 മാസം വേറൊരു യൂണിവേഴ്സിറ്റി പോയിട്ട് എൻറോൾ ചെയ്യാം. അതിൽ മ്യൂച്വലി നമുക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട് ഇങ്ങനെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഫെസിലിറ്റി ഉള്ളത്. എനിക്ക് തോന്നുന്നത് പുതിയ എഡ്യൂക്കേഷണൽ പോളിസിയിൽ NEP-യിൽ ഈ ഒരു കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സെക്ടർ സ്കിൽ കൗൺസിൽ കൊടുക്കുന്ന പോലെ NSQF ഇപ്പോൾ കൊടുക്കുന്നുണ്ടല്ലോ, മറ്റേ ഓരോ പൊസിഷൻ 6, 7, 8, 9 ട്രാൻസ്ഫർ ക്രെഡിറ്റ് ട്രാൻസ്ഫർ പറയാൻ പറ്റും. അതേപോലെ നമ്മുടെ ഈ ആർട്സ് ആൻഡ് സയൻസ് UGC-യുടെ കീഴിലുള്ള കോഴ്സസും ഇങ്ങനെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ആയിട്ട് മാറ്റാനുള്ള ഒരു റെക്കമെൻഡേഷൻ നമ്മുടെ NEP-യിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് സാറേ ഫാക്കൽറ്റി എക്സ്ചേഞ്ച് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇപ്പൊ നമുക്കറിയാം അതിന്റെ ഒരു ബുദ്ധിമുട്ട്. ഈവൻ SSV കോളേജിൽ നിന്ന് ഒരു ടീച്ചർ മറമ്പള്ളി കോളേജ് വരികയാണെങ്കിൽ പഠിപ്പിക്കുകയാണെങ്കിൽ ആദ്യത്തെ കൺസേൺ എന്ന് പറയുന്നത് അയാളെ എവിടെ ഒപ്പിടും എന്നുള്ളതായിരിക്കും ആദ്യത്തെ കൺസേൺ. അയാൾ എന്ത് പഠിപ്പിക്കുന്നുള്ളല്ല, അയാൾ എന്ത് പഠിപ്പിക്കുന്നു, അയാൾ എന്ത് റിസോഴ്സ്, എന്ത് ബെനിഫിറ്റ് ഒന്നും അല്ല കൺസേൺ, അയാൾ എവിടെ ഒപ്പിടും എന്നുള്ളതാണ് ആദ്യത്തെ കൺസേൺ. ഇത് കൃത്യമാണ് സാർ. ഇതിന്റെ കൂടെ ചേർത്ത് വയ്ക്കാവുന്ന ഈ കൊറോണ ഔട്ട്ബ്രേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അതർ സ്റ്റേറ്റുമായിട്ടുള്ള ഒരു കൊളാബറേഷനിൽ അവരൊരു എക്സ്ചേഞ്ച് എന്നുള്ള ഒരു പേരിൽ തന്നെ അതിനെ വെച്ചിരുന്നത്. സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് ഒരു MOU ഇപ്പൊ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കോളേജ് ഉണ്ടായിരുന്നു. അവിടുന്ന് അപ്പൊ സ്റ്റുഡൻസ് ഇവിടെ വിസിറ്റ് ചെയ്യണം. അത് പക്ഷെ ഒരു ഷോർട്ട് പീരീഡേ ഉള്ളൂ സാറി. അത് പക്ഷെ ഗവൺമെന്റ് പോളിസിയിൽ തന്നെ ഒരു എക്സ്ചേഞ്ച് വേണം എന്ന് പറഞ്ഞ ഒരു മാപ്പിംഗ് അത് വെച്ച് ഇങ്ങോട്ടേക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് കൾച്ചറൽ എക്സ്ചേഞ്ച് ആ സാറേ. അത് ഷോർട്ട് പീരിയഡ് എന്ന് പറയുന്നത് കൾച്ചറലാണ്. അത് കൾച്ചറൽ എക്സ്ചേഞ്ച്. അത് ഒരു 2 വീക്സ് ഒക്കെ ആയിരിക്കും. അത് 2 വീക്സ് ആയിരുന്നു. അതപ്പോ നമുക്ക് ഇതിന്റെ അകത്ത് എവിടെയും നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ പറയാം സാറേ. കൾച്ചറൽ എക്സ്ചേഞ്ച് അറ്റ്ലീസ്റ്റ് അത് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം, നോ ഇഷ്യൂസ്. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു ചെറിയ രീതിയിലെങ്കിലും ഓൺലൈനിൽ ട്രൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇപ്പൊ മറ്റേ ഓഫ്ലൈനിൽ എന്തായാലും നടക്കില്ലല്ലോ ഈ ഒരു. അതെ. അപ്പൊ ഇതിപ്പോ ഈ 2 കാര്യങ്ങളും പ്രിൻസിപ്പൽ കൗൺസിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങൾ. പത്മ ടീച്ചർ അറിയായിരിക്കും. ഇപ്പൊ അവര് പ്രിൻസിപ്പൽ കൗൺസിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. അക്കാഡമിക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്തായാലും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്.
നല്ലൊരു കാര്യമാണ്. നല്ല കാര്യമാണ്. അതെ അതെ, അത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്. പിന്നെ ഇതൊക്കെ ഗവൺമെന്റിൽ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നടത്താൻ പറ്റുന്നുള്ളൂ. ഇതില് ശരിക്കും എഞ്ചിനീയറിംഗ് കോളേജസിന് ഒരു ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം ശരിക്കും ഓൺലൈൻ കോഴ്സ് അത് നമുക്ക് വളരെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ. കുട്ടികൾ ഓൺലൈനിൽ ഒരു കോഴ്സ് ചെയ്തതിന്റെ ക്രെഡിറ്റ് അവരുടെ ഇതിൽ വരുന്നത് എഞ്ചിനീയറിംഗ് കോളേജസിൽ ഒരു പരിധി വരെ കൊടുക്കുന്നത്. അതെ അതെ അതെ. അപ്പൊ NPTEL പോലത്തെ കോഴ്സ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ NPTEL ഹോസ്റ്റ് ചെയ്യുന്ന ഓർഗനൈസേഷനുമായിട്ട് ഒരു കൊളാബറേഷൻ ആണല്ലോ അത്. ഇതൊക്കെ നല്ലതാ സാറേ. ഉടനെ തന്നെ പറയും നിങ്ങളുടെ വർക്ക് ലോഡ് എവിടെയെന്ന് ചോദിക്കും DD. ഇങ്ങനെ കുറെ സ്ട്രിഞ്ചന്റ് ആയിട്ട് കുറെ കാര്യങ്ങളാണ് കേരളത്തില്. ഒന്നും പ്രോഗ്രസീവ് അല്ല. നേരത്തെ നമ്മളെ റിസർച്ച് സെന്ററിന്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മള് ഇതൊക്കെ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇതിനൊക്കെ ഒന്നും അറിയാത്ത ആൾക്കാരൊന്നും അല്ല നമ്മുടെ യൂണിവേഴ്സിറ്റി സെന്ററിലൊന്നും ഇരിക്കുന്നതേ. ഇതുകൊണ്ട് എന്താ പറയാ, ഒരു ദിവസത്തെ 1 മണിക്കൂറിന്റെ സാലറി പോലും ഒരു അധ്യാപകന് കൊടുക്കണ്ട. അധ്യാപകന്റെ ഒരു സ്പിരിറ്റാണ് ഈ റിസർച്ച് എന്ന് പറയുന്നത് ശരിക്കും. അവന്റെ അഡീഷണൽ അവേഴ്സും അവന്റെ പെയിനും സ്വെറ്റും ആണ് റിസർച്ച് എന്ന് പറയുന്നത്. അതിന് പ്രൊമോഷൻ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? സത്യമാണ്. ഇപ്പൊ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ്ങിലും ബാക്കിയെല്ലാം ചോദിച്ചു വരുമ്പോഴത്തേക്കും ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും റാങ്കിങ് കൂടാനുള്ള സ്കോർ തന്നെ വരും. പിന്നെ സാറേ, ഇപ്പൊ നമ്മൾ എന്തായാലും അഫിലിയേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ ഇപ്പൊ അവര് റിസർച്ച് നമ്മൾ പബ്ലിക്കേഷൻ ഒന്നും കൊടുക്കണ്ടല്ലോ. അവര് ബിബ്ലിയോഗ്രാഫിക് ഡാറ്റാബേസ് നമ്മുടെ കോളേജിന്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ പേര് കണ്ടിട്ടാണ് ആ പേപ്പർ എടുക്കുന്നത് അവര്. അല്ലാതെ നമ്മളൊന്നും ഡാറ്റ കൊടുക്കണ്ട. അപ്പൊ അവർക്കും അഡ്വാൻറ്റേജ് അത് റാങ്കിങ്ങിൽ വരാൻ. കാരണം എന്തായാലും MES കോളേജ്, മാറമ്പള്ളി, MG യൂണിവേഴ്സിറ്റി നമ്മൾ പേര് വെക്കും. അവർക്കും ഗുണം അത്. പക്ഷെ അത് ചെയ്യുന്നില്ല. അങ്ങനെ ആ രീതിയിലൊക്കെ എനിക്കറിയില്ല. സാറേ, പറഞ്ഞോളൂ. ഫാക്കൽറ്റി എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് മറ്റു കോളേജിലും ഗൈഡ്ഷിപ്പ് ഉള്ളപ്പോൾ അത് സൂചിപ്പിക്കാൻ പറ്റുമോ? PhD ശരിക്കും എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഞാൻ അങ്ങോട്ട് വരുന്നു, ടീച്ചർ ഇങ്ങോട്ട് വരുന്നു. അതാണ് ശരിക്കും എക്സ്ചേഞ്ച്. കാരണം എന്റെ ഏരിയ ഓഫ് എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത് ഇപ്പൊ പോളിമർ കെമിസ്ട്രി ആണെങ്കിൽ ടീച്ചർ നാനോ ടെക്നോളജിയിൽ എക്സ്പെർട്ടൈസ് ആണെങ്കിൽ നാനോ ടെക്നോളജി എനിക്ക് പഠിപ്പിക്കാൻ അറിയാത്തതുകൊണ്ട് ടീച്ചർ ഇങ്ങോട്ട് വരുന്നു. പോളിമർ കെമിസ്ട്രി പഠിപ്പിക്കാൻ ഞാൻ അങ്ങോട്ട് വരുന്നു. അതാണ് ശരിക്കും ട്രൂ എക്സ്ചേഞ്ച്. അതാണ്. അത് നമ്മൾ ആ ഡൊമൈനിൽ എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് ബെനിഫിഷ്യൽ ആവും എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഫോക്കസ്. പിന്നെ നമുക്ക് ടീച്ചർ പറഞ്ഞ പോലെ നമുക്ക് പറഞ്ഞു നോക്കാം. സാറേ, ഇതും MESലെ പോലെയുള്ള സിസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ തമ്മിൽ ഇപ്പൊ ഞങ്ങളും ചിലപ്പോ ഞങ്ങളുടെ സിസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻ BGP കോളേജില് അവിടെ ചില ടോപ്പിക്കുകള് ക്ലാസ് തന്നെ എടുക്കാൻ ഞങ്ങള് ചെയ്യാറുണ്ട്. നമ്മളത് റെക്കോർഡിക്കലാക്കുന്നുമുണ്ട്. ഈ പറഞ്ഞ പോലെ ചില ടോപ്പിക്കുകൾ നമ്മുടെ എക്സ്പെർട്ടൈസ് ഉള്ള ടോപ്പിക്കുകൾ നമ്മൾ അവിടെ ക്ലാസ് എടുക്കുന്നു. അതിന് പ്രത്യേകിച്ച് റെമ്യൂണറേഷനോ വേറെ ഒന്നും നമ്മൾ മേടിക്കുന്നുമില്ല. അപ്പൊ അതും ഈ ഒരു എക്സ്ചേഞ്ചിന്റെ ഇതിൽ തന്നെ നേരെ തിരിച്ച് അവിടുത്തെ ടീച്ചർ ഇവിടെ വന്നും അവരുടെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഒരു മാനേജ്മെന്റിന്റെ കീഴിലായതുകൊണ്ട്. അല്ലെങ്കിൽ ഇത് നമുക്ക് പൊളിക്കാനുള്ള ഒരു സാധ്യത എന്താണെന്ന് അറിയാം സാറേ. ഇപ്പൊ നമുക്ക് വെക്കേഷൻ സമയത്ത് ഇത് ചെയ്യുന്നതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ ബുദ്ധിമുട്ടല്ലോ. പക്ഷെ കുട്ടികളെ കിട്ടണം വെക്കേഷൻ സമയത്ത്. അപ്പൊ അല്ല അതെ അല്ല ഇപ്പത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അല്ലാത്ത സമയത്ത് നമുക്ക് വെക്കേഷൻ സമയത്ത് വേണമെങ്കിൽ ഒരു 10 days എന്നും പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാവുന്നതാണ്. ഇതുപോലെ സിസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ വേറെ ഇഷ്യൂസ് ഇല്ലല്ലോ. പക്ഷെ ഗവൺമെന്റ് സാറി പറഞ്ഞതുപോലെ ബില്ല് എഴുതുമ്പോ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതുന്നു? അല്ല, ഇത് വെക്കേഷൻ സമയത്ത് പ്രശ്നം ഉണ്ടാവില്ല അവർക്ക്. വർക്ക് ലോഡിന്റെ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല ആ സമയത്ത്. ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയൊരു സാറിന് ആ ഒരു പീരീഡിലെ ബില്ല് പ്രശ്നമായിരുന്നു, വിട്ടുപോയായിരുന്നു. അന്ന് അപേക്ഷ കൊടുത്തിട്ടാണ് ഇന്ത്യ വിട്ട് കോൺഫറൻസിന് പോയത്. പുറത്തേക്ക് പോയത് അല്ലേ? സാങ്ഷൻ കിട്ടുന്നതിന് മുമ്പ് പുറത്തു പോയി എന്നുള്ളത് കൊണ്ട് വെക്കേഷൻ പീരീഡിലെ സാലറി അവര് നോക്കിയായിരുന്നു. പിന്നെ അവസാനം അത് ശരിയായി സാറേ. അതിനുശേഷമാണ് ഇപ്പൊ ഓൺലൈനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അതെ 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 അതെ. എല്ലാം ഒന്നും മാറ്റണം സാറേ. ഇതിങ്ങനെ നമ്മൾ കുറെ ഡിസ്കഷൻ ഒക്കെ ആകുമ്പോഴാണ് ഇതിങ്ങനെ മാറുള്ളൂ. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ ഇനി? So let me conclude. So this is most essential criteria, research, innovation, extension. ഞാൻ പറഞ്ഞു റിസർച്ച് എന്ന് പറയുന്നത് എപ്പോഴും
ഇറ്റ്സ് എ ക്രീമി കൈൻഡ് ഓഫ് തിങ് ആണ്. സോ റിസർച്ച് മൊബിലൈസേഷൻ ആൻഡ് റിസർച്ച് ആണ് ആദ്യം. അത് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഇന്നോവേഷൻ എക്കോസിസ്റ്റം വി ആർ ഹാവിങ്. പിന്നെ റിസർച്ച് പബ്ലിക്കേഷൻ ആൻഡ് അവാർഡ്സ് already explained. We cannot opt out that particular metric. So definitely we must collect the data that regard to UGC careless publication, and there had a discussion whether we can include previously published non-UGC care publication എന്ന് പറഞ്ഞു. പിന്നെ എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ് ആണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് കൂടിയ 50 വെയിറ്റ്, ആൻഡ് we must get the full aim out of it, and we must collect the data accordingly, and we must present it very well. And another chance is collaboration namukundu with MOU. If there are not much MOU presently available, we can go for MOU with industries and other partners, corporate partners or other institutions. So യൂണിവേഴ്സിറ്റിക്കും വലിയ താല്പര്യമാണ്. ഇപ്പൊ ഈ അവർക്കും നാക്ക് ഉണ്ടല്ലോ, അപ്പൊ അവർക്കും കൊളാബറേഷൻ ഇപ്പൊ ആവശ്യമാണ്. അപ്പൊ യൂണിവേഴ്സിറ്റി സെന്റേഴ്സിനും കുറച്ച് താല്പര്യം ഇതിലുണ്ട് ഇങ്ങനെ കൊളാബറേഷൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് MG യൂണിവേഴ്സിറ്റി ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. ബയോടെക്നോളജി കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബയോടെക്നോളജി ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇറ്റ് ഈസ് എ മ്യൂച്വലി ബെനിഫിറ്റഡ്. എല്ലാവർക്കും ഇപ്പോൾ നാക്ക് കാരണം ഇതെല്ലാം ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് വി ക്യാൻ സൈൻ MOUs വിത്ത് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എനി അതർ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ? സാർ, ഈ സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാം വേറെ ഏതൊക്കെ രീതിയിൽ നടത്താൻ പറ്റും? ഒരു ഹ്യൂജ് സ്കെയിലിൽ ഷീന ടീച്ചറെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം, US എംബസിയുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഒരു കമ്മ്യൂണിറ്റി കോളേജ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു സ്കീമുണ്ട്. അത് ഒരു 3 മാസം മുതൽ 6 മാസം വരെ കുട്ടികൾക്ക് അവിടെ പോയിട്ട് പഠിക്കാൻ പറ്റുന്ന സ്കീമാണ്. അപ്പൊ പക്ഷെ അതിലൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം തന്നെയാണ്. ആ കുട്ടികൾക്ക് ഒരു വർഷം നഷ്ടപ്പെടും, ഒരു സംശയമില്ല. പക്ഷെ കുട്ടികൾക്ക് നമുക്ക് ഒരു കാര്യം ചെയ്യാം, അവർക്ക് റീഅഡ്മിഷൻ കൊടുത്തിരുന്നാൽ മതി. അങ്ങനെ നടക്കുന്ന ചില പ്രോഗ്രാംസ് ഉണ്ട്. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ബെനിഫിഷ്യലാണ്. അങ്ങനെ നടക്കുന്ന ഏറ്റവും ലാർജ് സ്കെയിൽ നടക്കുന്ന ഒരു സാധനം അതാണ്. അപ്പൊ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന US എംബസിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടൈം ടു ടൈം ദേ വിൽ ബി കണ്ടക്ടിങ് ഓറിയന്റേഷൻ പ്രോഗ്രാം. ചില കോളേജസ് സക്സസ്ഫുൾ ആണ് അങ്ങനെ കുട്ടികളെ വിടാൻ. ഇപ്പോൾ ഞാൻ പറയാൻ കാരണം MESന്റെ നവമ്പാട് കോളേജിൽ 2 വർഷം മുന്നേ 6 കുട്ടികൾ ഫ്ലോറിഡയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് 6 കുട്ടികൾ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ അത് നമുക്ക് ആലോചിക്കാവുന്നതാണ്. കേരളത്തിൽ തന്നെ അങ്ങോട്ടും അത് നടക്കില്ല, ഇത് ഇതുവരെ നടത്തിയിട്ടില്ല. അതിനുള്ളൊരു സാധ്യതയാണ് നമ്മൾ നേരത്തെ സംസാരിച്ച ഡിസ്കഷനിലെ. ഈ വെക്കേഷൻ സമയത്ത് വേണമെങ്കിൽ ഇപ്പൊ നേരത്തെ മനുശങ്കർ സാറും അതാ പറഞ്ഞത്, റൂസ പ്രൊമോട്ട് ചെയ്തിട്ട് ഒരു ഷോർട്ട് ടേം പീരീഡിന് ഇവിടെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും പിന്നെ നോർത്തിലോ അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റിലോ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലോ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണെങ്കിലേ അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ആ രീതിയിലൊക്കെ ഇനിയിപ്പോ ആലോചിച്ച് തുടങ്ങാം. കാരണം എല്ലാ കോളേജിനും ഇത് ആവശ്യമാണല്ലോ ഇപ്പോ. വേറെ ഏതെങ്കിലും ഇനി അതർ ക്വസ്റ്റ്യൻസ്? തീരുമാനിച്ചിരിക്കുന്ന ട്രിപ്പിൾ എ ഓഡിറ്റ് ഉണ്ടല്ലോ, പറഞ്ഞോളൂ. നമുക്കിപ്പോ നാക്ക് വിസിറ്റിങ്ങിന് സബ്മിഷൻ അടുത്തിരിക്കുന്ന സമയത്ത് ഇനി നടത്തിയിട്ട് കാര്യമുണ്ടോ? നടത്താം. ഈ മെയിന്റെ മുന്നായിട്ട് എന്തായാലും നടത്താലോ മാഡം. കാരണം ഇത് പീരിയഡിൽ വരുന്നതാണ് നമുക്ക്. അപ്പൊ IQAC-യിൽ ചോദിക്കുന്നുണ്ട്, അവരെ ഓഡിറ്റ് നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. IQAC 6th ക്രൈറ്റീരിയയിൽ ചോദിക്കുന്നുണ്ട്, റെഗുലർ ആയിട്ട് ഓഡിറ്റ് നടത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന് മുമ്പ് ജസ്റ്റ് ഒരു ഇന്റേണൽ ഓഡിറ്റ് നടത്തണ്ടേ അതിന് മുമ്പായിട്ട്? അതെങ്ങനെ അവര് പ്ലാൻ ചെയ്തിരിക്കണേ? നമ്മള് പ്ലാൻ ചെയ്തേക്കുന്ന 1 വർഷം ഇന്റേണൽ ഓഡിറ്റ് ആണെങ്കിൽ നെക്സ്റ്റ് ഇയർ എക്സ്റ്റേണൽ ഓഡിറ്റ്. അല്ല അത് ആയിക്കോട്ടെ. ഇപ്പൊ ഇത്തവണ നമ്മൾ അവരെ കൊണ്ട് എക്സ്റ്റേണൽ ചെയ്യിപ്പിക്കാം മാഡം. ഇത്തവണ ചെയ്യിപ്പിക്കാൻ എന്തായാലും, കാരണം നമുക്ക് ആവശ്യമാണല്ലോ. ട്വൈസ് ഇൻ എ ഇയർ. അതാണ് പ്രായോഗികം. കാരണം നമ്മൾ ഡെവലപ്മെന്റ് അറിയണമെങ്കിൽ 2 വർഷം വേണം. അവരുടെ റെക്കമെൻഡേഷൻ തന്നിട്ട്. സാർ, ഒരു സംശയം. ക്രൈറ്റീരിയ ട്രീയില് നമുക്ക് സെമിനാർസിൽ പേപ്പർ പ്രസന്റ് ചെയ്യുന്നതും ഒക്കെ ഉൾപ്പെടുത്താമായിരുന്നു. അതിപ്പോൾ ഇല്ലേ? പേപ്പർ പ്രസന്റേഷൻ അതുപോലെ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് പോകുന്നതൊക്കെ
ഇല്ല മിസ്സേ, പേപ്പർ പ്രസന്റേഷൻ ടീച്ചർക്ക് പ്രൊസീഡിങ്സിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൂന്നാമത്തെ ക്രൈറ്റീരിയയിൽ ബുക്ക് ആൻഡ് ബുക്ക് ചാപ്റ്റേഴ്സിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം, പ്രൊസീഡിങ്സിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ. മറ്റേ വെറും ഓറൽ പ്രസന്റേഷൻ അബ്സ്ട്രാക്ട് മാത്രമാണെങ്കിൽ അവരെടുക്കില്ല. ഓക്കെ. പിന്നെ സെമിനാർസ് കണ്ടക്ട് ചെയ്തത്, സെമിനാറുകൾ അവർ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് റിസർച്ച് മെത്തഡോളജി, ഓണ്ടർപ്രണർഷിപ്പ്, IPR. ഈ 3 ടൈറ്റിലെ സെമിനാറായിട്ട് അവർ കൺസിഡർ ചെയ്യുള്ളൂ. മറ്റ് അക്കാഡമിക് സെമിനാർസ് ഒക്കെ എടുത്തു കളഞ്ഞു. ഇപ്പൊ ഞങ്ങൾ ഏകദേശം ഒരു 174 സെമിനാർസ് ആ സമയത്ത് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആകെ കുറച്ച് 36 ഒക്കെ ഞങ്ങൾ ഈ കാറ്റഗറിയിൽ വന്നോളൂ. സർ, ഈ റിസർച്ച് മെത്തഡോളജിയുടെ അകത്ത് റിസർച്ച് പബ്ലിക്കേഷന് വേണ്ടിയിട്ട് സെമിനാറുകൾ നടത്തുന്നത് റിസർച്ച് മെത്തഡോളജിയുടെ കീഴിൽ പഠിത്താൻ പറ്റും? ഓ പിന്നെ പറ്റും സാറേ. നമ്മളിപ്പോ വെബിനാറുകൾ നടത്തുമ്പോ അങ്ങനെ ലൈബ്രറി അങ്ങനെ ഒരു വെബിനാർ നടത്തിയിരുന്നു പബ്ലിക്കേഷനെ കുറിച്ചുള്ള ഒരു. അത് കൊണ്ടുവരാം സാറേ. പിന്നെ ഇതിന്റെ ആവാം സാറേ, ഈ ബിബിലിയോഗ്രാഫിന്റെ എൻനോട്ട്, ലടെക്, അതുപോലുള്ള മെന്റലെ, അതൊക്കെ നമുക്ക് ഇതിൽ കൊണ്ടുവരാം. അതൊക്കെ റിസർച്ച് മെത്തഡോളജി. സാർ ഇപ്പൊ പറഞ്ഞതുപോലെ ബിഗ് ഡാറ്റ പോലത്തെ എമർജിംഗ് ആയിട്ടുള്ള ഫീൽഡ്സിൽ നമ്മൾ ഇത് നടത്തുന്നുണ്ട്. അപ്പൊ അത് കൊണ്ടുവരാം സാറേ, അതൊക്കെ കൊണ്ടുവരാം. ബിഗ് ഡാറ്റ, പിന്നെ ക്രിപ്റ്റോ കറൻസി. നമ്മുടെ സെമിനാർ ഒരു FDP ആണെങ്കിൽ അത് ഇവിടെ കാണിക്കാൻ പറ്റില്ലല്ലോ, മറ്റിടത്ത് തന്നെ പറ്റും. അത് നമ്മൾ മറ്റേ സ്ഥലത്താ സാറേ, നമ്മളെ 6th അവർ ചോദിക്കുന്നുണ്ടല്ലോ, അവിടെ കാണിക്കാം. അവിടെ തന്നെ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇന്നലെ ചോദിക്കാനുള്ളതല്ല വിട്ടുപോയത് ഒന്ന് സാറേ. സിലബസ് റീഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് പുതിയ സിലബസുകളുടെ FDP നമ്മള് ബോർഡർ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെയും പുതിയ കരിക്കുലത്തില് യൂണിവേഴ്സിറ്റി കൊണ്ടുവന്ന അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സിലബസിന്റെ അകത്ത് വന്ന പുതിയ സബ്ജക്റ്റുകളുടെ ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ നമ്മൾ നടത്തിയത് നമുക്ക് എവിടേക്കാ അത് കൂടുതലും ലിസ്റ്റ് ചെയ്യാൻ? ഇപ്പോ 6th പറ്റും, FDP പറ്റും. അതേപോലെ ഇന്നലെ നമ്മൾ പറഞ്ഞതിൽ ടീച്ചിങ് ലേണിംഗിലും അത് കൊണ്ടുവരാൻ പറ്റില്ലേ സാറേ? ഫസ്റ്റില് പറ്റില്ലേ സാറേ? ഫസ്റ്റിലും പറ്റും. കരിക്കുലം എൻറിച്ച്മെന്റിന്റെ കരിക്കുലം അവർ ചോദിക്കുന്നുണ്ടല്ലോ, പാർട്ടിസിപ്പേറ്റഡ് ഇൻ കരിക്കുലം ഡിസൈനിങ് വർക്ക്ഷോപ്പ് ചോദിച്ചിട്ടുണ്ടല്ലോ, അവിടെ കൊടുക്കാം നമുക്ക്. വേറെ എന്തെങ്കിലും ഉണ്ടോ? പ്രതിഭ മിസ്സിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല സാറേ, ഇതെല്ലാം ക്ലിയർ ആയി. ഓക്കെ. 5 മിസ്, 2 5 ഉണ്ട് അല്ലേ? 5 PS-ഉം 5 പോളും ഉണ്ട് അല്ലേ സാറേ? ഞാൻ 5 പോളാണ്, ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു മിസ്. രാകേഷ് സാറ് ഏത് ഡിപ്പാർട്ട്മെന്റാ? രാകേഷ് സാറ് ഓഫീസിലാണ് സാറേ. ആണല്ലേ? ഓ ശരി. ഓക്കെ. ഓഫീസ് ഇന്നും കൂടി ഉണ്ടായി കാണും അല്ലേ ടീച്ചറെ? ശരി. നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു സാറേ? വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ആയിക്കോട്ടെ. നാളെ നമുക്ക് 7:30 തന്നെയാണല്ലോ അല്ലേ? നാളെ നമുക്ക് 7:30 ആവാം. ഓക്കെ. താങ്ക് യു. അപ്പോ ഇന്നത്തെ സെഷനിൽ സാറിനൊരു നന്ദി അറിയിക്കാനായിട്ട് കോർഡിനേറ്ററെ ക്ഷണിക്കുകയാണ്. നമസ്കാരം സർ. നമസ്കാരം. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ പത്മ ടീച്ചർ, മുഖ്യ അതിഥി മൻസൂർ അലി സർ, NAAC കോർഡിനേറ്റർ ഷീന ടീച്ചർ, IQAC കോർഡിനേറ്റർ മനു സർ, മറ്റു സഹപ്രവർത്തകരെ, IQAC ഇങ്ങനെ ഒരു വെബിനാർ സംഘടിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ സംഘടിപ്പിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം വന്നൊരു സജഷൻ, അതാത് ക്രൈറ്റീരിയയിലുള്ളവർ അതിൽ പങ്കെടുത്താൽ മതി, ഓരോരോ ക്രൈറ്റീരിയയിലും ഡിസ്കഷനിൽ പങ്കെടുത്താൽ മതി എന്നൊരു സജഷൻ ആയിരുന്നു ആദ്യം. എങ്കിലും ആദ്യത്തെ ക്ലാസ്സിലൊന്ന് കേൾക്കണമെന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് സാറിന്റെ ആദ്യത്തെ ക്ലാസ് ഞാൻ ബെനഫിറ്റ് ചെയ്യാൻ കയറുന്നത്. അതിനുശേഷം
എനിക്ക് തോന്നുന്നു, ഞാൻ മാത്രമല്ല, ഏകദേശം പാർട്ടിസിപ്പൻസിനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും സാറിന്റെ ഒരു ക്ലാസ്സിന്റെ ഒരു എന്താ പറയാ, അത്ര ഭംഗിയായി ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതുകൊണ്ടായിരിക്കാം എല്ലാവരും ഈ ഒരു സമയം ഇതിനു വേണ്ടി മാറ്റി വെക്കുന്നു. എന്തായാലും ക്രൈറ്റീരിയ 3 വളരെ ഭംഗിയായി സാർ ഞങ്ങളുടെ അവതരിപ്പിച്ചു. സാറിന് ഈ ഒരു ടീമിന്റെ പേരിലും IQAC ടീമിന്റെ പേരിലും ക്രിസ്റ്റി കോളേജിന്റെ പേരിലും എല്ലാ നന്ദിയും. താങ്ക് യു സാർ. Thank you very much, Ranya Miss. See you tomorrow. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. Good night. Okay, good night. See you tomorrow. Bye. Take care. Bye.